الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: سددوا وقاربوا واعلموا أنه لن ينجو أحد منكم بعمل. قال قائل: ولا أنت يا رسول الله صلى الله عليه وسلم؟ قال: ولا أنا إلا أن يتغمدني الله برحمة منه وفضل، أو كما قال عليه الصلاة والسلام. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് നാം ഏവരെയും കബൂലാക്കുകയും ഏത് ലക്ഷ്യത്തിന്റെ പേരിൽ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടപ്പെട്ടോ ആ ലക്ഷ്യം അല്ലാഹുവിന് പൊരുത്തമുള്ളതാക്കി തീർത്ത് അതിനെ പൂർത്തീകരിച്ച് നൽകി ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തുന്നതിന് കാരണമായി അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ ലോകത്തിന് മുഴുവനും പരിചയപ്പെടുത്തുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വിശേഷണങ്ങൾ, പലതരത്തിലുള്ള ഗുണങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, തങ്ങളുടെ മഹത്വങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിലും വളരെ പ്രാധാന്യത്തോടു കൂടി അല്ലാഹു എടുത്തു പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന രണ്ട് വിശേഷണങ്ങൾ. ഒന്ന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത്. മറ്റൊന്ന് തങ്ങളുടെ റിസാലത്ത്. ഈ രണ്ട് ഗുണങ്ങൾ, വിശേഷണങ്ങൾ പറഞ്ഞാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി പരിചയപ്പെടുത്തുന്നത്. ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുന്നത് പരിശോധിച്ചാൽ ചില സന്ദർഭങ്ങളിൽ നബി എന്ന് വിളിച്ച് സംബോധന ചെയ്യാറുണ്ട്, ചിലപ്പോൾ റസൂൽ എന്ന് വിളിക്കാറുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, തങ്ങളുടെ നുബുവ്വത്തിന്റെ വിഷയം. മറ്റൊന്ന് റിസാലത്തിന്റെ വിഷയം. നുബുവ്വത്ത്, പ്രവാചകത്വം ലോകത്തിന്റെ ആദ്യം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിവെച്ച ഒരു കാര്യമാണ്. എന്ന് മനുഷ്യന്റെ ഉൽപ്പത്തി ഉണ്ടായോ അന്ന് മുതൽ നുബുവ്വത്തും ഈ ലോകത്ത് ആരംഭിക്കുകയില്ല. സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായി ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നത് ആദ്യത്തെ നബിയായി നുബുവ്വത്ത് നൽകിയിട്ടാണ്. കാലങ്ങൾ കഴിയും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവ്വത്തിനെ പുതുക്കിക്കൊണ്ടിരുന്നു. പിൻകാലത്ത് നബിമാർ ഓരോരുത്തരായി ലോകത്ത് വന്നുകൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് മാത്രമായി നുബുവ്വത്ത് നൽകിക്കൊണ്ടിരുന്നു. അവർക്ക് നുബുവ്വത്തിന്റെ സ്ഥാനം മുഖേന ഉണ്ടാകേണ്ട മഹത്വവും അത് മുഖേന അവർ നേടിയെടുത്ത അല്ലാഹുവിൽ നിന്നും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനവുമെല്ലാം അതാത് കാലങ്ങളിലുള്ള ജനങ്ങളുടെ മുന്നിൽ അല്ലാഹു വെളിവാക്കി കൊടുത്തു. ജനം നിഷേധിച്ചാലും അംഗീകരിച്ചാലും നുബുവ്വത്തിന്റെ ആ ഗുണം അവരിൽ നിന്ന് നഷ്ടപ്പെടാതെ അവരുടെ ജീവിതകാലം അത്രയും അവർ നബിയായി തന്നെ ഈ ലോകത്ത് നിലകൊണ്ടു. ഈ നുബുവ്വത്ത് ഓരോരോ കാലങ്ങളിലും പുതിയ പുതിയ നബിമാർ ഈ ലോകത്ത് നിയോഗിക്കപ്പെടുമ്പോൾ ഒരു കാലത്തുള്ള നബിയുടെ നുബുവ്വത്തിന്റെ കാലം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നബി ഈ ലോകത്ത് വന്ന് നടപ്പിലാക്കിയ നിയമങ്ങൾ ഒന്നുകിൽ പൂർണ്ണമായ നിലയിൽ ഒഴിവാക്കപ്പെടുന്നു, അതല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ആവശ്യമായ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തി അതിൽ എന്താണോ കൂട്ടിച്ചേർക്കേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ നുബുവ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുകയും ലോകത്ത് പുതിയ നബിയെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ നബിമാരുടെ കാലഘട്ടവും തീരുമ്പോൾ അവരവരുടെ നുബുവ്വത്തിന്റെ കാലവും അവസാനിച്ചുകൊണ്ടിരിക്കും. ഈ നില തുടർന്ന് സയ്യിദുനാ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിൽ വരെ എത്തി. ആ കാലത്തെല്ലാം മുൻകാല നുബുവ്വത്തിന്റെ കാലഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സയ്യിദുൽ ബശർ, ഫഖ്റുർ റസൂൽ, ഖാതിമുൻ നബിയ്യീൻ, ശഫീഉൽ മുദ്നിബീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവ്വത്തിന് പാകപ്പെടുത്തി നുബുവ്വത്തിന് ആവശ്യമായ ഗുണങ്ങൾ തങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് 40 വയസ്സ് പൂർത്തിയായപ്പോൾ അല്ലാഹു തആല നുബുവ്വത്ത് നൽകി അനുഗ്രഹിച്ചു. മുൻകാല നബിമാരുടെ മുഴുവൻ നുബുവ്വത്തിന്റെയും കാലഘട്ടം അവസാനിപ്പിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ നുബുവ്വത്ത് സമ്പൂർണ്ണമാണ്, സർവകാലത്തേക്കും മതിയായതാണ്. ശേഷം ഒരു നുബുവ്വത്തിന്റെ ആവശ്യമേ ഇല്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ലോകാവസാനം വരെ ഈ ലോകത്ത് മനുഷ്യരിൽ എന്തെല്ലാം സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ ഇതിന്റെ മുഴുവൻ പരിഹാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു നുബുവ്വത്തിന്റെ ആവശ്യം ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഉണ്ടാവുകയില്ല.
അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല അവസാനത്തെ നബിയായി, അന്ത്യപ്രവാചകനായി, ഖാതമുൻ നബിയനായി നിയോഗിച്ചു. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. നുബുവത്ത് അവസാനിച്ചു പോയി. ഇനി ആവശ്യമില്ല ഒരു നുബുവത്തിന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് എന്ന പേരുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചു. അതിൽ ആ കെട്ടിടത്തിന്റെ കട്ടകൾ, ഇഷ്ടികകൾ ഓരോന്നോരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു. കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുന്നതിനനുസരിച്ച് അത് ആളുകൾക്കിടയിൽ ആശ്ചര്യകരമായ സുന്ദരമായ ഒരു സൗധമായി മാറി. അവസാനം അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികയുടെ സ്ഥലം മാത്രം ബാക്കി വെച്ചിരുന്നു. കാണുന്ന ആളുകൾ ഈ കെട്ടിടത്തിന് ചുറ്റും നടന്നിതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ആശ്ചര്യപ്പെട്ടുകൊണ്ടവർ ഈ കെട്ടിടത്തിന്റെ മഹത്വങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും സമ്മതിച്ചു, ഉയർന്ന ഏറ്റവും നല്ല കെട്ടിടമാണിത്. പക്ഷേ ഇടയിൽ ഒരു കട്ടയുടെ കുറവ് വന്നിട്ടുണ്ട്. അതും കൂടി പൂർത്തിയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ സൗധം എത്ര മനോഹരമാകുമായിരുന്നു എന്ന് കാണികൾ മുഴുവനും അഭിപ്രായപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നാളുകൾക്ക് ശേഷം ആ വിടവിലുണ്ടായിരുന്ന സ്ഥലം അടയ്ക്കുന്നതിന് അവസാനത്തെ കട്ടയും അതിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് കട്ട, അതല്ലതിന ഞാനാണ് ആ വിടവ് നികത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് അവിടെ വെച്ചുകൊടുത്ത കട്ട. അതുകൊണ്ട് കെട്ടിടം പൂർത്തിയായി പോയി. ഖുതിമ ബിയൻ നുബുവ്വ വ ഖുതിമ ബിയൽ ബുനിയാൻ. ഞാനാകുന്ന കട്ടയെ അവിടെ നിശ്ചയിച്ചപ്പോൾ ആ കെട്ടിടം പൂർത്തിയായി, നബിമാരെയും പൂർത്തിയാക്കപ്പെട്ടു. അവസാനം ഇനി ഒരു നബിയുടെ ആവശ്യം ഒരിക്കലും വരികയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായ ദീൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും മുഴുവൻ ജനസമൂഹത്തിനും പരിഹാരമാണ്. അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും മറ്റൊരു വഴി തേടേണ്ട ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു പൂർത്തിയാക്കിയ ലോകത്തിന് മുഴുവനും വിളംബരം ചെയ്തുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ അറഫ ദിവസം ദുൽഹജ്ജ് 9 അന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോൾ അല്ലാഹു തആല ലോകത്തോട് പ്രഖ്യാപിച്ചു, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി സയ്യിദുനാ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെ ഞാൻ നുബുവത്ത് നൽകിക്കൊണ്ടേയിരുന്നു. ഓരോരോ കാലഘട്ടത്തിനും ആവശ്യമായ നിയമങ്ങൾ നൽകി ഇതുവരെയും ഞാൻ എത്തിച്ചു. അന്നൊന്നും ഞാൻ ഈ നുബുവത്തിന്റെ ആവശ്യത്തെ പൂർത്തിയാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരോ കാലഘട്ടത്തിലും നുബുവത്ത് തീരുമ്പോൾ, നബിമാർ അവസാനിക്കുമ്പോൾ ആ നുബുവത്തിന്റെ കാലഘട്ടവും തീർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നൽകിയിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഇനി ഒരു കാലത്തും മാറ്റമില്ലാതെ തുടരാൻ പാകത്തിന് ഞാൻ സമ്പൂർണ്ണമാക്കി വച്ചിരിക്കുന്നു. ഇനി ആർക്കും ഒന്നിന്റെയും ആവശ്യമില്ല. ഇതിൽ ഒരു തിരുത്തലിന്റെ ആവശ്യമില്ല. ഇതിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആരുടെയും ഒരു തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടമില്ല.
സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും. ആരെവിടെ നിന്ന് എന്തെല്ലാം ഇതിൽ ചേർത്ത് വെക്കുന്നോ അത് മുഴുവനും ഇതിന് ന്യൂനതയായി എപ്പോഴും ഇതിനെക്കുറിച്ച് മനുഷ്യർ നേരെ ചിന്തിച്ചാൽ മോശം പറയുന്നതായിട്ട് മാത്രമേ മാറുകയുള്ളൂ. ഒരിക്കലും ഇനി ഒരു വസ്തു ചേർത്ത് പൂർത്തിയാക്കാൻ സാധ്യമല്ല. മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്കറിയാം. നാം എല്ലാവരും കാണുന്നതാണ്. നമ്മളുടെ എല്ലാം കൈകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികവും പൂർണ്ണമായ നിലയിൽ തന്നെയാണ് പടച്ചു തന്നിരിക്കുന്നത്. ഓരോ കൈകളിലും 5 വിരലുകൾ വീതം, കാലിലും അതേ നിലയിൽ 5 വിരലുകൾ വീതം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. 5 വിരലുകൾ ഒരു കൈയിലുണ്ടെങ്കിൽ ലോകം ആദ്യം മുതൽ ഇന്നോളം ഇനി ഖിയാമത്ത് നാൾ വരെയും പറയും അവന്റെ കൈ പൂർണ്ണമാണ്, വിരലുകൾ സമ്പൂർണ്ണമാണോ എന്ന് പറയുന്നത്. ഇതാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ യാദൃശ്ചികമായി എവിടെയെങ്കിലും കാണാം ആരുടെയെങ്കിലും കൈകളിൽ ഈ 5 വിരലുകൾക്കപ്പുറമായിട്ട് വിരലുകളുടെ രൂപത്തിൽ മാംസപിണ്ഡങ്ങൾ കാണാം. 6ാമത്തെ വിരലായിട്ടോ 7ാമത്തെ വിരലായിട്ടോ എണ്ണാൻ പാകത്തിന് എന്തെങ്കിലും കൂടുതലുള്ളതായിട്ട് കാണാം. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയുകയില്ല 5 വിരലുള്ള മനുഷ്യരെല്ലാവരും അവർക്ക് പൂർണ്ണത ഉണ്ട്, എങ്കിലും 6ാമത്തെ വിരൽ ആർക്കുണ്ടോ അവർ ഇതിനേക്കാൾ സമ്പൂർണ്ണരാണ് എന്ന് ആരും പറയാറില്ല. ആര് കണ്ടാലും ഈ 6ാമത്തെ വിരലിന് എങ്ങനെയാണ് നീക്കപ്പെടുന്നത്, എങ്ങനെ അത് മാറ്റിയെടുത്ത് 5 വിരലിലേക്ക് ആക്കാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഏത് വിദഗ്ധനായ ഡോക്ടറെ കാണിച്ചാൽ ഇതിനെ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെയോ ഇതിനെ മാറ്റിയെടുത്ത് 5 വിരലിലേക്ക് ആക്കിയെടുക്കാം എന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി മനുഷ്യൻ എത്ര പണവും ചെലവാക്കുന്നു, ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവും. അവസാനം ഈ 6ാമത്തെ വിരൽ അവന്റെ കയ്യിൽ നിന്ന് മാറ്റുമ്പോൾ മാത്രമാണ് മനുഷ്യന് സമാധാനമുണ്ടാവുക, മനുഷ്യന് സന്തോഷമുണ്ടാകുക. എങ്കിലും 5 വിരലുകൾക്കപ്പുറമുണ്ടായ 6ാമത്തെ വിരലിനെ അവിടെ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടയാളം എന്നും അവന്റെ ജീവിതത്തിൽ ഒരു കലയായി തുടങ്ങി. ആര് കണ്ടാലും ഇവന്റെ കൈ കാണുമ്പോൾ അവൻ മറച്ചു പിടിക്കും. ഈ 6ാമത്തെ വിരൽ മുറിച്ചു മാറ്റിയ ഭാഗം ആരും കാണരുത്, ആരുടെ കണ്ണിലും പെടരുത്, കാരണം അതെന്നെ ആക്ഷേപത്തിന് കാരണമാക്കും. എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് മറുപടി ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ അവർ മോശമായി ചിത്രീകരിക്കുമെന്നുള്ള ചിന്തയിൽ ആരുടെ മുമ്പിലും വെളിവാകാതെ മറച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് വെറും കൈയുടെ മാത്രം കാര്യമല്ല. ശരീരത്തിന്റെ ഏത് അവയവങ്ങൾ സമ്പൂർണമായ നിലയിലുണ്ടോ അതിൽ അല്പം കൂടുതൽ എന്തെങ്കിലും ഉണ്ടായാൽ മനുഷ്യൻ അതിനെ നീക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കും. കണ്ണിലാണെങ്കിലും മൂക്കിലാണെങ്കിലും ചെവിയിലാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഏതെങ്കിലും ലോകത്തൊരു വസ്തു പൂർണ്ണമായ സമ്പൂർണമാണെങ്കിൽ അതിൽ പിന്നെ എന്തെങ്കിലും അതിനേക്കാൾ കൂടുതൽ വന്നു ചേർന്നാൽ അതിന് മഹത്വമല്ല ഉണ്ടാക്കുന്നത്, അതിനെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. ഇതേ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കൊണ്ട് ലോകത്തെ നുബുവത്തിനെയും പരിശുദ്ധമായ ദീനിനെയും പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അത് അല്ലാഹു പരസ്യമായ നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരിക്കലും ആർക്കും അതിനെ മാറ്റാനും തിരുത്താനും സാധ്യമല്ലാത്ത തരത്തിൽ അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. എന്നാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നോളം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ കാലത്തും ഈ പരിശുദ്ധമായ പൂർണ്ണമായ ദീനിൽ പലതും ചേർന്ന് വന്നിട്ടുണ്ട്, കടത്തിക്കൂട്ടലുകൾ നടന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ദീൻ ഇത് നേർക്കുനേരെ മനസ്സിലാക്കിയ സഹാബാക്കൾ ആദ്യകാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതന്മാർ, അവർ
അവർക്ക് പലതും അവരുടെ മനസ്സിൽ നല്ലതായിട്ട് തോന്നുകയും അത് ഈ ദീനിന്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ച് അന്വേഷിക്കുകയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി, ഞാൻ ഏത് കൊണ്ടുവന്ന് കാണിച്ചു തന്ന പരിശുദ്ധമായ ദീനുണ്ടോ അത് സമ്പൂർണ്ണമാണ്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അതിൽ നിങ്ങൾ എന്തെങ്കിലും ചേർത്ത് വെച്ചാൽ അത് ഈ ദീനിന് ന്യൂനത ഉണ്ടാക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു രാത്രിയിൽ തങ്ങളുടെ സഹാബാക്കളുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് രാത്രിയിൽ ഇറങ്ങി അവരുടെ വീടുകൾക്കടുത്തുകൂടി നടന്നു പോവുക. രാത്രിയിൽ തങ്ങൾ ഇറങ്ങി നടക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിനടുത്തുകൂടി പോയപ്പോൾ അദ്ദേഹത്തെ തങ്ങൾ കണ്ടു രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നതായി. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ സമയം അവിടെ നിന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം നമസ്കാരത്തിൽ ഓതുന്നു ഖുർആൻ, പക്ഷെ ആരും കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. വളരെ പതുക്കെ ഓതിക്കൊണ്ട് നമസ്കാരത്തിൽ കഴിഞ്ഞുപോയി. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും മുന്നോട്ട് നടന്നു. ചെന്നെത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന് മുന്നിലാണ്. അങ്ങോട്ട് അടുക്കും തോറും ശബ്ദം കൂടിക്കൂടി തങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. വീട്ടിനടുത്തേക്ക് ചെന്നപ്പോൾ വലിയ ഉച്ചത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കാരത്തിലാണ് അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരും കേൾക്കാത്ത തരത്തിൽ പതുക്കെ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ഉച്ചത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നു. ഇത് രണ്ടും ശ്രദ്ധിച്ചു, കേട്ടു. രാത്രിയിൽ ഒന്നും പറഞ്ഞില്ല, അവരോട് ചോദിച്ചുമില്ല. മുന്നോട്ട് നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച സ്ഥലം വരെ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ഉടനെ നമസ്കരിച്ചു. രാവിലെ സുബഹി നമസ്കാരത്തിന് മസ്ജിദിലേക്ക് വന്നു. സാധാരണ പോലെ നമസ്കരിച്ചു. നമസ്കാരാനന്തരം തിരിഞ്ഞിരുന്നു. എന്നിട്ട് വിളിച്ചു രണ്ടുപേരെയും, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു. നാമെന്ന് ചിന്തിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചിന്തയും ആഗ്രഹവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവുമൊന്നും ഇന്ന് ലോകത്തൊരു മനുഷ്യരിലും കണ്ടെത്താൻ സാധ്യമല്ല. പരിശുദ്ധമായ ദീനിനെ ശരിയായ നിലയിൽ നിലനിർത്താനുള്ള ധീരമായ ആഗ്രഹവും താല്പര്യവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലുള്ളത് ഇന്ന് ലോകത്തൊരു മനുഷ്യരിലും കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഉയർന്നതും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതുമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരാനന്തരം ഇവർ രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞ, അബൂബക്കർ, ഞാൻ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിനടുത്തുകൂടി കടന്നുപോയി. നിങ്ങൾ നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ശബ്ദം വെളിയിൽ കേൾക്കുന്നില്ല. വളരെ പതുക്കെയാണല്ലോ നിങ്ങൾ ഓതിയത്. എന്താണ് നിങ്ങൾ പതുക്കെ ഓതാൻ കണ്ട കാരണം? അതിന്റെ ന്യായീകരണം എന്താണ്? ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നിയതിന്റെ പേരിലാണോ അങ്ങനെ ഓതിയത്? അതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അസ്മഅതു മൻ നാദൈതു. ഞാൻ നമസ്കാരം അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നാണ് നമസ്കരിച്ചത്. നമസ്കാരം മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവുമായി നടത്തുന്ന രഹസ്യ സംഭാഷണമാണ്. അതുകൊണ്ട് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആരോട് സംഭാഷണം നടത്തുന്നോ അവർ കേൾക്കുന്ന തരത്തിൽ മാത്രം ശബ്ദത്തിൽ സംസാരിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഉടമസ്ഥനായ അല്ലാഹുവുമായി രഹസ്യമായി സംഭാഷണം നടത്തുമ്പോൾ ഉടമസ്ഥനായ അല്ലാഹു കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പോരെ. അതുകൊണ്ട് അല്ലാഹുവിനെ കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓതിയത്. മറ്റാരെയും കേൾപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല.
എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ന്യായീകരണവും പറഞ്ഞു. ഇത് കേട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചു. ഉമർ, ഞാൻ നിങ്ങളുടെ വീട്ടിനടുത്തു കൂടി കടന്നുപോയപ്പോൾ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുന്നത് കേട്ടല്ലോ, വളരെ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട്. എന്താണ് അതിന് കാരണം? നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് അതിന്റെ ന്യായീകരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. എന്നാൽ എന്റെ വീട്ടിലും പരിസരത്തും നമസ്കാരത്തിൽ മുഴുകാതെ കിടന്നുറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഒരുപക്ഷെ വളരെ ശക്തമായ ഗാഢമായ ഉറക്കത്തിലായിരിക്കുകയില്ല. ചെറിയ മയക്കത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് അവരും നമസ്കരിക്കുമല്ലോ. അവരും നമസ്കരിച്ചാൽ അതിന്റെ പുണ്യവും എനിക്ക് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും മറ്റൊരാൾ നന്മ ചെയ്യുന്നതിന് കാരണക്കാരനായാൽ ഈ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലവും അവന് കിട്ടുമെന്ന് തങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഈ പുണ്യം നേടാമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുന്ന ശബ്ദം കേൾക്കുന്ന വീടുകളിൽ നിന്നും പിശാച് ശൈത്താൻ ഓടി അകലുമെന്ന്. അതുകൊണ്ട് എന്റെ വീടിന്റെ പരിസരത്ത് പോലും പിശാച് വന്നു ചേരരുത് എന്നുള്ളതിന്റെ പേരിൽ ഞാൻ ശബ്ദമുയർത്തി ഓതിയതാണ്. മയക്കത്തിൽ കഴിയുന്ന ആളുകളെ ഉണർത്തി നമസ്കരിക്കാൻ കാരണക്കാരനാകുന്നതിന് വേണ്ടിയും എന്റെ പരിസരത്ത് പോലും പിശാചുകൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ശബ്ദത്തിൽ ഖുർആൻ ഓതിയത്. വളരെ നല്ല ന്യായീകരണങ്ങൾ രണ്ടുപേരും പറഞ്ഞു. നാം ഇന്ന് ഒരു ഉപാധിയുമില്ലാതെ ചിന്തിച്ചാൽ, നിരുപാധികം ചിന്തിച്ചാൽ ഇവർ രണ്ടുപേരും പറഞ്ഞ ന്യായീകരണങ്ങൾ ശരിയാണ്. വളരെ ഉയർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടുപേരുടെയും ആഗ്രഹവും താല്പര്യവും വളരെ വലുതാണ്. ആ താല്പര്യത്തെ മുൻനിർത്തി തന്നെയാണ് അവർ ഇപ്രകാരം ചെയ്തത്. എന്നാൽ എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പ്രതികരിച്ചത്? ചെയ്തത് നന്നായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹവും നല്ലതാണ്. നിങ്ങളുടെ താല്പര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇത്ര ഉയർന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ നിങ്ങൾ ഇത് ചെയ്തത്? അങ്ങനത്തെ കാര്യം നല്ലതാണല്ലോ, ഞാനും അതിനെ അംഗീകരിക്കുന്നു എന്നാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അങ്ങനെ ആയിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ഇർഫഅ മിൻ സൗതിക ശൈഅ. അബൂബക്കർ, ഇത്ര പതുക്കെ ഓതരുത്. ഖുർആൻ നമസ്കാരത്തിൽ രാത്രിയിലല്ലേ, അല്പം ശബ്ദത്തിൽ ഓതി. നിന്റെ ശബ്ദം അല്പം ഉയർത്തണം. യാ ഉമർ ഇഖ്ഫൽ മിൻ സൗതിക ശൈഅ. ഉമറെ, ഇത്ര വലിയ ശബ്ദത്തിൽ ഒച്ചയിട്ട് ഖുർആൻ ഓതുന്ന ആവശ്യമില്ല. നമസ്കാരത്തിൽ നിന്റെ ശബ്ദം അല്പം താഴ്ത്തുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഏതാണ് ഇതിൽ ഉത്തമം? നിരുപാധികം ചിന്തിച്ചാൽ എന്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ രണ്ടുപേരും ചെയ്ത കാര്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരായ ഈ രണ്ട് സഹാബാക്കളുടെയും ന്യായീകരണങ്ങൾ കേൾക്കുകയും അത് നല്ലതാണെന്ന് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാതെ തിരുത്തുകയും ചെയ്യും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് പരിശുദ്ധമായ സമ്പൂർണമായ ദീൻ എന്താണെന്ന് ജനങ്ങൾക്ക് മുഴുവനും പരിശീലനത്തിൽ കൂടി പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ നല്ലതാണോ മോശമാണോ എന്ന് നോക്കി അവരുടെ ന്യായീകരണങ്ങൾ കേട്ട് അംഗീകരിക്കാനല്ല അള്ളാഹു എന്നെ നിയോഗിച്ചത്. ആരെന്ത് ചെയ്താലും, ആരുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും, എത്ര ഉയർന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ന്യായീകരണങ്ങളാണെങ്കിലും അതിനെ അംഗീകരിക്കാനല്ല, അവർക്കാവശ്യമായതിനെ സമ്പൂർണമായ ദീനിന്റെ നിയമം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവരെ പരിശീലിപ്പിക്കാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളെ അംഗീകരിക്കാതെ, സ്വീകരിക്കാതെ, ന്യായീകരണങ്ങൾക്ക് വില കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയും. കാരണം ദീനിന്റെ സമ്പൂർണ്ണതയ്ക്ക് കോട്ടം വരും.
അള്ളാഹു നിയോഗിച്ച ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇങ്ങനെ നുബുവ്വത്തിൽ കൂടി അല്ലാഹു തആല ലോകത്ത് പരിശുദ്ധമായ ദീനിനെ സമ്പൂർണ്ണമാക്കി കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി. ഇനി ഒരു കാലത്തും മറ്റൊരു നിയമത്തിന്റെ ആവശ്യം ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു നുബുവ്വത്തിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി അവസാനിപ്പിക്കുകയും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഗുണം തങ്ങൾ റസൂലാണ്. റിസാലത്തിന്റെ ഗുണമാണ്. എന്താണ് റിസാലത്ത്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ലോകത്തിന് മുഴുവനും അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടാനുള്ള മാർഗത്തെ കുറിച്ച യഥാർത്ഥമായ വിവരങ്ങൾ വഹ്യ് മുഖേന നൽകപ്പെട്ട ഈ വിവരങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക, ലോകത്തിന് പ്രദാനം ചെയ്യുക. എന്നിട്ട് അല്ലാഹുവിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീനിനെ ലോകത്ത് മുഴുവൻ ആളുകളുടെ മുമ്പിലും പ്രബോധനം ചെയ്യുക. ഈ പ്രബോധനം ചെയ്യുന്ന ആ ദൗത്യം എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് റിസാലത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. റസൂൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാണ് റസൂൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ എന്ന് വിശ്വസിച്ച് ശരിയായ നിലയിൽ എന്നെക്കുറിച്ച് ബോധ്യം, കാര്യം മനസ്സിലാക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾ ആരോടെങ്കിലും അറിയിക്കാൻ വേണ്ടി ഒരു വിവരം എന്നോട് പറഞ്ഞേച്ചാൽ ഞാൻ അയാളുടെ ദൂതനാണ്, റസൂലാണ്. എന്താണ് എന്റെ ബാധ്യത? അയാൾ പറഞ്ഞ വാക്ക് ഒരു മാറ്റവും കൂടാതെ, ആ കാര്യത്തിൽ ഒന്നും വ്യത്യാസം വരുത്താതെ, കൂടുതൽ കുറവ് വരുത്താതെ അങ്ങനെ തന്നെ ഞാൻ എത്തിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഞാൻ വിശ്വസ്തനായ റസൂലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സംബന്ധിച്ച് റസൂൽ എന്ന് പറയുന്നുണ്ട്. ജിബ്രീലുൽ അമീനിനെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين. വിശ്വസ്തനായ, ശക്തനായ, അംഗീകാരമുള്ള, ആദരിക്കപ്പെടുന്ന, എല്ലാവരും കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു ദൂതനെയാണ് ഞാൻ എന്റെ പരിശുദ്ധമായ വചനങ്ങളും നൽകി അയച്ചിരിക്കുന്നത്. അഥവാ അല്ലാഹുവിൽ നിന്ന് വന്നിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിൽ ജിബ്രീൽ ഒരു മാറ്റവും വരുത്തുകയില്ല, അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ തരുന്ന ആളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. തങ്ങളെ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത് ഇതേ റിസാലത്താണ്. അല്ലാഹുവിൽ നിന്നും കിട്ടിയതിനെ അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ വ്യത്യാസം വരുമോ എന്ന ഭയത്തിന്റെ പേരിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭകാലത്ത് ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ജിബ്രീലിന്റെ കൂട്ടത്തിൽ തന്നെ ഓതുമായിരുന്നു, മറന്നു പോകാതെ, മാറ്റം വരാതെ, വ്യത്യാസമുണ്ടാകാതെ, അതിന്റെ ശൈലിക്ക് പോലും മാറ്റം വരാതെ അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കാൻ വേണ്ടി തങ്ങൾ കൂട്ടത്തിൽ ഓതുമായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, വേണ്ട, തങ്ങൾ വിഷമിച്ച് ജിബ്രീലിന്റെ കൂട്ടത്തിൽ ഓതി പഠിക്കേണ്ട ആവശ്യമില്ല. ജിബ്രീൽ ഓതുന്നത് തങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. തങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ അതിനെ അങ്ങനെ തന്നെ പതിപ്പിച്ച് തന്നുകൊള്ളാം. إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ജിബ്രീൽ ഓതുന്ന ഖുർആൻ അങ്ങനെ തന്നെ പതിഞ്ഞിരുന്നു. അതിന് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ ലോകത്ത് മുഴുവൻ തങ്ങൾ പ്രചരിപ്പിച്ചു എത്തിച്ചു. ഇതാണ് റിസാലത്ത്. രണ്ട് കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു ഈ രണ്ട് ഗുണങ്ങൾ കൊണ്ട് നമ്മളെ മുഹമ്മദ് റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തുന്നത് എന്ത് കാര്യമാണ്?
ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അല്ലാഹു നബിയാണ്, നുബുവ്വത്ത് നൽകി എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അവസാന കാലം വരെ ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം തേടുന്നു അത് മുഴുവനും സമ്പൂർണമായ നിലയിൽ എന്റെ അടുക്കൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്ന് നിങ്ങളെ ഭൗതിക പാരത്രിക മുഴുവൻ വിജയത്തിന്റെയും ഉടമകളാക്കി തീർക്കുന്ന യഥാർത്ഥ മാർഗം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തങ്ങൾ കൊണ്ടുവന്ന മാർഗം ഏതാണോ അതിനെ അപ്പടി അല്പവും മാറ്റം വരുത്താതെ സമ്പൂർണമായി തന്നെ പിൻപറ്റുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. മാത്രമല്ല, നിങ്ങളൊരു കാര്യവും കൂടി മനസ്സിലാക്കിക്കൊള്ളണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റസൂലാണ്. ഞാൻ എന്താണോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത് ആ കാര്യം മാത്രം എന്നിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് എത്തിച്ചു തന്ന് സമ്പൂർണമായ നിലയിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആളുകളാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും കുറവ് ചെയ്തിട്ട് പോവുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെട്ടതിനെ മാറ്റി പറയുകയില്ല. അങ്ങനത്തെ നബിയാണ്, അങ്ങനത്തെ റസൂലിനെയാണ്, അങ്ങനത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് വേണമെങ്കിൽ ആകാശത്തിൽ നിന്ന് പെട്ടെന്ന് ഇറക്കി വിടാമായിരുന്നു, വേണമെങ്കിൽ മലക്കുകളെ നിയോഗിക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതെ നിങ്ങളെപ്പോലെ ശരീരം, നിങ്ങളെപ്പോലെ മജ്ജയും മാംസവും, നിങ്ങളെപ്പോലത്തെ ആഗ്രഹങ്ങൾ, നിങ്ങളെപ്പോലത്തെ വികാരങ്ങൾ, നിങ്ങളെപ്പോലത്തെ ഗുണങ്ങൾ, നിങ്ങളെപ്പോലത്തെ സ്വഭാവങ്ങളുള്ള അങ്ങനത്തെ തന്നെ മനുഷ്യരായ ഒരു പ്രവാചകനെ നിങ്ങൾക്കിടയിൽ 40 വർഷക്കാലം നിങ്ങളുടെ കൺമുമ്പിൽ വളർത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടിരിക്കുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. എവിടെ നിന്നും വന്നവനല്ല, ഇറക്കുമതി ചെയ്തതല്ല, ഏതെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിട്ടതല്ല. നിങ്ങൾക്കിടയിൽ ജീവിച്ച നിങ്ങളുടെ അതേ വികാരത്തിൽ അതേ വിചാരത്തിൽ വളരുന്ന നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചത്. കാരണം നിങ്ങളുടെ മാനസികമായ ശാരീരികമായ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനത്തെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന അതിന്റെ പരിഹാരം നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ കാണിച്ചു തരുന്ന പ്രവാചകനെയാണ് ഞാൻ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് വേണം മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ യഥാർത്ഥ ദൂതനായി മനസ്സിലാക്കി 100% ഒരു വ്യത്യാസവും ഇല്ലാതെ തങ്ങളെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. തങ്ങളെ പിൻപറ്റുക, ഇതിലാണ് തങ്ങളോടുള്ള സ്നേഹവും നിലനിൽക്കുന്നത്. ലോകത്തൊരു മനുഷ്യനും ഒരിക്കലും പറയാറില്ല എനിക്കെന്റെ പിതാവിനോട് വലിയ സ്നേഹമാണ്, എനിക്കെന്റെ പിതാവിനോട് വലിയ സ്നേഹമാണെന്നൊരു മനുഷ്യൻ വാദിക്കുന്നു. പക്ഷെ പിതാവിന്റെ കൽപ്പനകളെ മുഴുവൻ ധിക്കരിക്കുകയും ചെയ്യുന്നു. ഒരു പിതാവ് മകനെ വിളിച്ച് പറഞ്ഞു, മോനെ നീ കടയിൽ ചെന്ന് അരി വാങ്ങിക്കൊണ്ടുവരണം, വീട്ടിൽ ഇന്ന് ചോറ് വെക്കുന്നതിന് അരിയില്ല എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് അരി വാങ്ങിക്കാനൊരു മോനെ പറഞ്ഞു. മകൻ പുറത്തിറങ്ങാതെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്തോ റോഡിലേക്ക് ഇറങ്ങി നിന്ന് തന്റെ പിതാവിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് വലിയ സ്നേഹമാണെന്ന് പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ദീർഘമായ വാദങ്ങൾ. ആളുകൾ മുഴുവനും ഇത് കേട്ട് എന്തൊരു സ്നേഹം, തന്റെ പിതാവിനോട് ഇത്രയും സ്നേഹമുള്ള മക്കൾ ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നടക്കുന്നു. അതല്ലാതെ മകൻ അരി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല, പിതാവിന്റെ കൽപ്പന നടപ്പിലാക്കുന്നില്ല എങ്കിൽ പിതാവും മാതാവും ആ കുടുംബവും എല്ലാവരും പട്ടിണിയിലാകുമെന്നല്ലാതെ, പിതാവിന്റെ കോപമുണ്ടാകുമെന്നല്ലാതെ ഈ സ്നേഹം കൊണ്ട് ഒരു കാര്യവും. സ്നേഹമെന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിക്കുക, അനുധാവനം ചെയ്യുക, പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളത്. അതാണ് ആദ്യകാല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പഠിപ്പിച്ചത്. സഹാബാക്കളിലേക്ക് തിരിഞ്ഞു നോക്കി സഹാബാക്കളുടെ സംഭവങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര പ്രമുഖരാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ചോദിച്ച് ഒരാളോട് ശബ്ദം ഉയർത്താനും ഒരാളോട് ശബ്ദം താഴ്ത്താനും പറഞ്ഞപ്പോൾ അവരുടെ ന്യായീകരണത്തിൽ അവർക്ക് വേണമെങ്കിൽ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ?
അവരുടെ ന്യായീകരണങ്ങളിൽ എന്താണ് തെറ്റെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാമായിരുന്നില്ലേ? എന്തിന് തങ്ങൾ ഞങ്ങളോട് മറ്റൊരു നിർദ്ദേശം നൽകി അതിന്റെ കാരണം എന്താണെന്ന് അവർക്ക് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഇതൊന്നുമില്ലാതെ സഹാബാക്കൾ അവരോട് പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു. ഇതാണ് സ്നേഹം. ചോദ്യമില്ലാതെ, വീണ്ടും വിചാരമില്ലാതെ അനുസരിക്കുക, അംഗീകരിക്കുക, ഇതാണ് സ്നേഹം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങളുടെ സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതുപോലെ വൈകുന്നേരമാകുമ്പോഴും ലോകത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ചും നിന്റെ മനസ്സിൽ യാതൊരുവിധ മോശമായ ചിന്തയും ഇല്ലാതെ നിന്റെ ഹൃദയത്തെ അള്ളാഹുവിന്റെ മുഴുവൻ അടിമകളുടെ വിഷയത്തിലും പരിശുദ്ധമാക്കി വെക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം മകനെ. ഒരു ഉപദേശം, സ്നേഹത്തിന്റെ ഉപദേശം. ആരെക്കുറിച്ചും തെറ്റായ വികാരം വെക്കരുത്. അള്ളാഹുവിന്റെ അടിമകളിൽ ആരെക്കുറിച്ചും നിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള തെറ്റായ ധാരണയും ഉണ്ടാകരുത്. നീ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നിന്റെ കാര്യം ചിന്തിക്ക്. മറ്റുള്ളവരെ കുറിച്ച് നീ എന്തിനും മോശം ചിന്തിക്കണം. നിന്റെ മനസ്സ് എപ്പോഴും തെളിഞ്ഞതായിരിക്കണം. നിന്റെ മനസ്സിൽ ആരെക്കുറിച്ചും ചിന്തയില്ലാതെ നിർമ്മലമായിരിക്കണം. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കി വെക്കണം. സാധിക്കുമെങ്കിൽ ഇങ്ങനെ ചെയ്യണം മോനെ എന്ന് ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, വദാലിക മിൻ സുന്നതി, ഇതെന്റെ ചര്യയാണ്, എന്റെ നടപടിയാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആരെക്കുറിച്ചും ഒരു മോശമായ ചിന്തയും വെക്കാറില്ല. എന്റെ മനസ്സ് എപ്പോഴും പരിശുദ്ധമാണ്. ഇതെന്റെ നടപടിയാണ്. അതുകൊണ്ട് ഫമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണ് മോനെ ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനത്തെ എന്റെ ജീവിത രീതിയും ചര്യയുമുണ്ട്. ഈ ചര്യയെ തന്റെ ചര്യയാക്കാൻ ആരിഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്റെ ചര്യ അവന്റെ ജീവിതത്തിലേക്ക് പകർത്താതെ എന്നെക്കുറിച്ച് പലതും പറഞ്ഞു നടക്കുന്നവൻ എന്നെ സ്നേഹിച്ചവനല്ല. അനസേ, നിനക്ക് പലതും പറയാനുണ്ടാകും. ആരാണ് അനസ് ബിൻ മാലിക്? എന്തെല്ലാമാ പറഞ്ഞത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്നു, തങ്ങളുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നു, നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എത്ര സുന്ദരമാണ് തങ്ങളുടെ ശരീരം. അദ്ദേഹം പറയുന്നു, ഞാൻ കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ ആയ ഒരു പട്ടും തൊട്ടു നോക്കിയിട്ടില്ല. പരിശുദ്ധമായ കരങ്ങളെക്കാൾ മാർദ്ദവമായ പട്ട് എന്റെ ജീവിതത്തിൽ തൊട്ടു നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഞാൻ സ്പർശിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ കരങ്ങളെ കുറിച്ച് അനസ് ബിൻ മാലിക് പറയുന്ന വാക്കാണ്, وما سمعت مسكا ولا عنبرا أطيب من رائحة رسول الله صلى الله عليه وسلم. ലോകത്ത് ഒരുപാട് സുഗന്ധങ്ങൾ, കസ്തൂരിയും അമ്പറുമെല്ലാം ആളുകൾ മണക്കുന്നു, ഞാനും മണത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ പ്രിയങ്കരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുഗന്ധത്തോട് കിടപിടിക്കുകയില്ല. അങ്ങനത്തെ ലോകത്ത് ആർക്കും കാണാൻ കഴിയുകയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഇങ്ങനെ പറയുന്ന അനസ് ബിൻ മാലിക്കിനോടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അനസേ, നിന്റെ ഈ വാദവും ഈ സ്നേഹവും ഈ വാചാലതയും അതൊന്നും പ്രയോജനം ചെയ്യുകയില്ല. നീ മനസ്സിലാക്കണം, വദാലിക മിൻ സുന്നതി, ഞാൻ ഈ പറഞ്ഞതാണ് എന്റെ ചര്യ. ആ ചര്യ നിന്റെ ജീവിതത്തിൽ പകർത്താൻ നിനക്ക് കഴിയുമോ? നീ ആ ചര്യയാണോ പ്രിയപ്പെടുന്നത് എങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ആർക്കാ പറയാൻ സാധിക്കാത്തത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് മക്കയിലെ ഒരു പ്രധാനപ്പെട്ട നബിതങ്ങളുടെ ശത്രു ഉണ്ടായിരുന്നു, നളർ ഇബ്നു ഹാരിസ്. വലിയ സാഹിത്യകാരനാണ്, വലിയ പ്രാസംഗികനാണ്. ഒരിക്കൽ അയാൾ മക്ക മുശ്രിക്കീങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഈ മുഹമ്മദിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴെന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്?
40 വർഷം നിങ്ങൾക്കിടയിൽ ജീവിച്ച നിങ്ങളുടെ മുഴുവൻ വിശ്വാസ്യതയും നേടിയെടുത്ത ആളല്ലേ? നിങ്ങൾ സത്യസന്ധനാണെന്നും വിശ്വസ്തനാണെന്നും വാ നിറയെ പറഞ്ഞു നടന്നതല്ലേ നിങ്ങൾ? ഇന്ന് 40 വയസ്സായി പ്രായത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കള്ളനെന്നും മരണക്കാരനെന്നും ഭ്രാന്തനെന്നും ഒക്കെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ സത്യം, ഒരിക്കലും അദ്ദേഹം ഭ്രാന്തനല്ല, മരണക്കാരനല്ല, കള്ളം പറയുന്ന ആളല്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല. വലിയ സാഹിത്യത്തിൽ ലഖദ് കാന മുഹമ്മദുൻ ഫീകും ഗുലാമൻ ഹദസൻ അർവാകും ഫീകും വഅസ്ബഖകും ഹദീസൻ വഅഅലമകും അമാനതൻ ഹത്താ ഇദാ റഅയ്തും ഫീ സുദഗൈഹി ശൈബ വജാഅകും ബിമാ ജാഅകും ഖുൽതും സാഹിർ ലാ വല്ലാഹി മാ ഹുവ ബിസാഹിർ. ഞങ്ങളുടെ ഹാരിസിന്റെ പ്രസംഗമാണ്. എന്താ പ്രയോജനം? മക്ക മുശ്രിക്കുകളുടെ പ്രമുഖനായ നേതാവാണ് നബിയുൽ ഹാരിസ്, വലിയ സാഹിത്യകാരൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇത്ര വലിയ വാക്കുകൾ പറയുന്നു. ആരോട്? തങ്ങളുടെ ബദ്ധ വൈരികളായ മക്ക മുശ്രിക്കുകളോട്. പക്ഷെ ഒരു പ്രയോജനവുമില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങോട്ട് വന്നിട്ടില്ല. തങ്ങളുടെ ചര്യയെ തന്റെ ചര്യയാക്കിയില്ല. വെറും നാവിലുള്ള സ്നേഹം ഒരിക്കലും പ്രയോജനമില്ല. അങ്ങനെ നാവുകൊണ്ട് പറയാനല്ല ഈ ലോകത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. ആ ശരീരത്തിൽ മനസ്സിൽ അങ്ങനെ തന്നെ തങ്ങളെ ആവാഹിക്കാൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നും ഒഴിവാക്കാനില്ല. അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയത് തങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം, തങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം, തങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങളുടെ സ്വഭാവമാക്കി മാറ്റണം. ഇങ്ങനെ ഓരോന്ന് തിരിച്ച് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്കൊരു പ്രവാചകനെ തന്നിരിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. 100% നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഞാൻ മാതൃക വെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിലാണ്. അങ്ങനെ തന്നെ. എന്റെ അല്ലാഹുവിനെ വാക്ക് കിട്ടാഞ്ഞിട്ടാണോ? ലഖദ് കാന ലക്കും ഫീ അഖ്വാലി റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ അഫ്ആലി റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ അഹ്വാലി റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ അഖ്ലാഖി റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ കലാമി റസൂലില്ലാഹ്. എന്ത് വേണമെങ്കിലും പറയാം. അല്ലാഹുവിനെ അറബി അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അല്ലാഹുവിന് മുഴുവൻ വാക്കുകളും അറിയാം. പക്ഷെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നത് 100% തങ്ങളെ തന്നെ പിൻപറ്റാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പക്ഷേ ഇന്ന് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. എവിടെയാണ് നിബിധങ്ങളെ പിൻപറ്റേണ്ടത്? എവിടെയാണ് തങ്ങളെ അനുകരിക്കേണ്ടത്? ശരീരത്തിലാണോ? വസ്ത്രത്തിലാണോ? പ്രവൃത്തിയിലാണോ? സ്വഭാവത്തിലാണോ? തങ്ങളുടെ പെരുമാറ്റത്തിലാണോ? തങ്ങളുടെ ജീവിത രീതിയിലാണോ? തങ്ങളുടെ കുടുംബ ജീവിതത്തിലാണോ? വ്യക്തിജീവിതത്തിലാണോ? സാമൂഹ്യ ജീവിതത്തിലാണോ? തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലാണോ? ഏതിലാണ് പിൻപറ്റേണ്ടത്? ആലോചിച്ച് ഓരോരുത്തരും ഓരോരോ ഭാഗം മാത്രം എടുക്കുന്നു. പ്രയോജനമില്ല. ഒരു ഭാഗം മാത്രം എടുക്കാനല്ല അല്ലാഹു അയച്ചത്. അല്ലാഹു നബി തങ്ങളെ നിയോഗിച്ചത് 100% പിൻപറ്റാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പക്ഷേ ഇന്ന് മനുഷ്യർ പല വഴിക്ക് പിരിഞ്ഞുപോയി. എന്നിട്ട് വാദിക്കുന്നു സ്നേഹമാണ്. ഇത് കപട സ്നേഹമാണ്. സ്നേഹം, യഥാർത്ഥ സ്നേഹം എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു. എവിടെ എത്തി നിൽക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ചെയ്ത്, ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ വെച്ചതുപോലുള്ള തൊപ്പി ഉണ്ടാകാം, നിങ്ങളുടെ തലയിൽ ഞാൻ തലയിൽ കെട്ടിയതുപോലെയുള്ള തലയെക്കെട്ടുണ്ടാകാം, നിങ്ങളുടെ തലയിൽ ഞാൻ വളർത്തിയതുപോലെയുള്ള മുടി വളർത്തിയിട്ടുണ്ടാകാം, ഞാൻ ആഹാരം കഴിച്ചതുപോലെ നിങ്ങൾ ചിലപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടാകാം, ഞാൻ വസ്ത്രം ധരിച്ചതുപോലെ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടാകാം, ഞാൻ നടന്നതുപോലെ നിങ്ങൾ അനുകരിച്ച് നടക്കുന്നുണ്ടാകാം, ഞാൻ ഇരുന്നതുപോലെ നിങ്ങൾ അനുകരിച്ച് ഇരിക്കുന്നുണ്ടാകാം. ഇങ്ങനെ പലതും നിങ്ങൾ ചെയ്യാം. ഇതുകൊണ്ടൊന്നും എന്നോടുള്ള സ്നേഹമോ പിൻപറ്റലോ ആവുകയില്ല. നിങ്ങൾ എന്നോടുള്ള സ്നേഹമുള്ളവരാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നതിനോട് പിൻപറ്റുന്നതാകണം. ചെയ്താൽ പോരാ, നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യമായിട്ട് മാറണം.
അതുകൊണ്ടാണല്ലോ സഹാബാക്കൾ അവരുടെ മനസ്സിന്റെ താല്പര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാക്കി മാറ്റിയതും അതിനെ വിമർശിക്കുന്നവരെ എതിർത്തതും. ഒരിക്കൽ ഒരു സഹാബി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രമാണികളായ ആളുകളുടെ മുമ്പിൽ കൂട്ടത്തിൽ ഇരിക്കുന്നു. സന്ദർഭത്തിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് ആഹാരത്തിന്റെ അല്പം താഴെ വീണു. ആരും എടുക്കുന്നില്ല. താഴെ വീഴുന്നത് അവരുടെ കൈകളിൽ നിന്ന് വീഴുന്നുണ്ട്. എല്ലാം താഴെ കിടക്കുന്നു. കാരണം പ്രമാണികളാണ്, പ്രധാനികളാണ്, വലിയ ആളുകളാണ്, വലിയ ആഡംബരപ്രിയരാണ്. അവർ ഈ ആഹാരം മുഴുവൻ ഒഴിവാക്കുന്നു. പക്ഷെ ഈ സഹാബി ആഹാരം തന്നെ കൈകൊണ്ട് എടുത്ത് താഴെ വീണതിനെ കഴിക്കുന്നു. ആരോ ചോദിച്ചു, എന്താ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത്? മോശമായി കണക്കാക്കുകയില്ലേ? സാധാരണ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഹോട്ടലുകളിലൊക്കെ ആഹാരം കഴിക്കാൻ പോയാ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന്റെ പാത്രം നല്ലപോലെ വൃത്തിയാക്കി കഴിക്കുന്നവർ, വിരൽ ശരിക്കും ഉറിഞ്ചുന്നവർ സുന്നത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നവർ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചാൽ പ്ലേറ്റിൽ അങ്ങനെ തന്നെ എല്ലാം ബാക്കി. ചോദിച്ചാൽ, ഇവിടെ പ്ലേറ്റ് പഠിച്ച ആളുകൾ മോശമായി കണക്കാക്കാം, വിരലുറിഞ്ചിയാൽ മോശമായി കണക്കാക്കാം. ആരും കാണാനില്ലാത്ത സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുകരിക്കുക, ആളുകൾ കാണുന്ന സ്ഥലത്ത് സുന്നത്തിനെ ധിക്കരിക്കുക. എന്താ നമ്മളുടെ മനസ്സിന്റെ താല്പര്യം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി മനുഷ്യന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല, മനുഷ്യന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. കാരണം അത് പ്രകടിപ്പിച്ചാൽ ആളുകൾ മോശമായി കണക്കാക്കും, ആ സുന്നത്തിനെ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുമെന്നുള്ള ചിന്തയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ എന്നെ സ്നേഹിക്കാത്തവനാണെന്നല്ല, ലാ യുഅ്മിനു അഹദുക്കും, നീ മുഅ്മിനയല്ല, നീ മുഅ്മിനല്ല. കാരണം നിന്റെ താല്പര്യം എന്റെ ജീവിതമല്ല, നിനക്ക് മറ്റെന്തോ ആണ് താല്പര്യം. അതുകൊണ്ടല്ലേ നീ ഇത് ചെയ്തത്. സഹാബാക്കൾ അങ്ങനെയായിരുന്നില്ല. സഹാബാക്കളുടെ ജീവിതം എന്തായിരുന്നു? ഈ സഹാബി എടുത്ത് കഴിച്ചു. ആരോ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ആളുകൾ മോശമായി കണക്കാക്കുകയില്ലേ? ഇത് ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? ഞാനും നിങ്ങളും മനസ്സിൽ കുറിച്ചിടണം, ഞാനും നിങ്ങളും എന്നും ഓർക്കേണ്ടതാണ്. ആ സഹാബി ചോദിക്കുന്നു തന്നോട് പറഞ്ഞ ആളോട്, അഅ്തുറുകു സുന്നത ഹബീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഉലഇൽ ഹഖ. എന്താ നീ പറയുന്നത്? ഈ വിവരം കേട്ട ആളുകൾ എന്തെങ്കിലും ചിന്തിക്കുമെന്ന് ഓർത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയൻ, എന്റെ സ്നേഹിതൻ, എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയെ ഒഴിവാക്കാനോ? സാധ്യമല്ല. ഞാൻ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് ചര്യയുടെ മുമ്പിൽ ഇവരെ വിവരമില്ലാത്തവരായാണ് ഞാൻ കണക്കാക്കുന്നത്. വിവരസ്ഥൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ, ജീവിതത്തിൽ പകർത്തുന്നവൻ, ഇവനാണ് വിവരമുള്ളവനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരെ വിവരം കിട്ടവനായിട്ട് മനസ്സിലാക്കുന്നു. മുൻഗാമികളായ സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും പറഞ്ഞു, ഒരു കാലം വരും, നിങ്ങൾക്കൊരു കാലം വരും, ഞാൻ നിങ്ങളിൽ നിന്ന് വേർപെട്ടതിന് ശേഷം. ആരോടാ പറയുന്നത്? തങ്ങളുടെ കാലക്കാരായ സഹാബാക്കളോട് തങ്ങൾ ഉപദേശിക്കുകയാണ്. വിവരിക്കുന്നു, ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ മസ്ജിദിൽ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു. ഞങ്ങളുടെ നേരെ നിന്നിട്ട് തങ്ങൾ എന്തോ വലിയ ഗൗരവമായ ഉപദേശം ഞങ്ങൾക്ക് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗതൻ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ആ ഉപദേശം കേട്ട് ഞങ്ങളുടെ ഹൃദയമെല്ലാം കിടുങ്ങിപ്പോയി. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും വ്യസനത്തിന്റെ പേരിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഇത് കേട്ട് ഞങ്ങൾ വിഷമിച്ചു. ഞങ്ങൾ വിചാരിച്ചു, തങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞു തന്ന് ഞങ്ങളോട് വിട പറയുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആ ഭയത്തിന്റെ പേരിൽ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദത്തുൻ മുവദ്ദിഇൻ ഫഔസിനാ. തങ്ങളെ യാത്ര പറഞ്ഞു പോകാനുള്ള ഒരുക്കമാണോ ഇത്? ഞങ്ങൾക്ക് തോന്നുന്നല്ലോ ഇതെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങളുമായി തങ്ങൾ പിരിഞ്ഞു പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുറുകെ പിടിക്കാനുള്ള ശക്തമായ ഉപദേശവും കൂടി തങ്ങൾ ഈ കൂട്ടത്തിൽ നൽകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്താഅ.
فإن تأمر عليكم عبد حبشي وإن كان عبدا حبشيا. ഞാൻ നിങ്ങളോട് വളരെ ശക്തമായ ഉപദേശം നൽകുന്നു. ഒന്ന്, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം, ഭയപ്പെട്ട് ജീവിക്കണം. ഞാൻ ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനെ മുഴുവനും സ്വീകാര്യോഗ്യമായ നിലയിൽ കേട്ട് നിങ്ങൾ അതിന് അനുസരിക്കണമെന്ന്. നിങ്ങളോട് അധികാരികളായി ഏൽപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ വഴിപ്പെടണമെന്നും ഞാൻ ഉപദേശിക്കുന്നു. അധികാരികളുടെ സ്ഥാനവും മഹത്വവും മാത്രം നോക്കി അംഗീകരിക്കുന്ന പതിവ് നിങ്ങളിൽ ഉണ്ടാകരുത്. ആരാണോ നിങ്ങൾക്ക് അധികാരിയായി നിശ്ചയിക്കപ്പെടുന്നത് അവരെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, സഹാബാക്കളോട് പറയുന്നു, എന്റെ വിയോഗത്തിന് ശേഷം, ഞാൻ നിങ്ങളുമായി വിട പറഞ്ഞതിന് ശേഷം ഇവിടെ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ പിന്നെ അഭിപ്രായ ഭിന്നതകൾ നിങ്ങളുടെ മുമ്പിൽ ഉടലെടുക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കാലത്താണ് അഭിപ്രായ ഭിന്നത ഉള്ളത്. ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, മറ്റൊരു കൂട്ടർ അങ്ങനെ പറയുന്നു. ഇന്നിപ്പോ നോക്കിയാൽ കാണാം, എവിടെ നോക്കിയാലും ഒരു കൂട്ടർ ഒരു സ്ഥലത്ത് ലൈക്ക് കെട്ടി പറയുന്നു, ഇതിനെയും അങ്ങനെ തന്നെ പറയും. നമ്മളീ കൂടിയിരിക്കുന്നതിനെയും അങ്ങനെ തന്നെ പറയും. അങ്ങനെയാണ് മനുഷ്യൻ വിലയിരുത്തുക. പക്ഷെ എല്ലാ കൂട്ടങ്ങളുടെ കൂട്ടത്തിലും എവിടെയെങ്കിലും ഒന്ന് സത്യമുണ്ടാവും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ യഅശ് മിൻകും ബഅദി, എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കും. കുറച്ചൊന്നുമല്ല, ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ 100 1000 അല്ല, അളവില്ലാത്ത ധാരാളമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ, നമ്മളൊന്നും കണ്ടില്ല, ഇനിയും കാണാനിരിക്കുന്നു. കാരണം കാലങ്ങൾ കഴിയും തോറും ഇല്ലാത്ത വാദങ്ങൾ ഉണ്ടാക്കി കള്ളം പറയുന്ന ആളുകൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഖുർആനും ഹദീസും തെളിവായി പറയുന്ന ആളുകളെ നമുക്ക് കാണാമെങ്കിൽ ഇനി ഖുർആനും ഹദീസും ഒന്നും തെളിവായിട്ട് പറയാതെ തന്നെ സ്വന്തം നിർമ്മിതമായ ഹദീസുകൾ ഉണ്ടാക്കിക്കൊണ്ടും ഹദീസിനും ഖുർആനിനും തെറ്റായ സ്വന്തമായ ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടും ഇതിന്റെ ഒന്നും പിൻബലമില്ലാതെ സ്വന്തം അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂൻ യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വല ആബാഉകും വഇയ്യാകും വഇയ്യാഹും. നിങ്ങൾ അന്തിച്ചു പോകും, നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നിങ്ങൾ അന്തം വിട്ട് നിന്നു പോകും. ഓരോ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ലോകത്ത് നിങ്ങൾ ഒരിക്കലും പൂർവികന്മാരിൽ കേട്ടിട്ടില്ലാത്ത, ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കും. എത്ര ഹദീസുകളാ കേൾക്കുന്നത്, എന്തെല്ലാം സംഭവങ്ങളാ കേൾക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിരത്തുന്ന ധാരാളം കള്ളന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ ദീനാണ് പ്രചരിപ്പിക്കുക. ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ശേഷം ഉണ്ടാകും. നിങ്ങൾ അവിടെയൊന്നും ചൂളിപ്പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നും കേട്ടിട്ട് ഒരു മുഅ്മിൻ ഞെട്ടേണ്ട കാര്യമില്ല. ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ, 10000കണക്കിന് അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾ എന്തിനവിടെ ചൂളിപ്പോകുന്നു? എന്തിന് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നു? എന്തിന് നിങ്ങൾ പരിഹാരം കാണാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ അന്താളിച്ച് നിൽക്കുന്നു? ആവശ്യമില്ല അതിന്റെ ഒന്നും. അതിനെല്ലാം പരിഹാരം ഞാൻ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇന്ന് അവിടെ തിരിഞ്ഞു നോക്കരുത്, അവിടെ നിന്ന് മുമ്പോട്ട് നിങ്ങൾ നോക്കരുത്. നോക്കിയാൽ ഇതിനപ്പുറം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അവിടെ നിന്ന് തിരിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിൽ കിടന്ന് നിങ്ങൾ കുഴയും. നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് പുറകോട്ട് നോക്കണം. എവിടെയാ പുറകോട്ട് നോക്കേണ്ടത്? പാപ്പായുടെ കാലത്തേക്കോ ഉപ്പാപ്പായുടെ കാലത്തേക്കോ 100 കൊല്ലത്തേക്കോ 200 കൊല്ലം മുമ്പ്? ആളുകൾ പറയാറില്ല എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, 200 കൊല്ലം മുമ്പ്, 200 കൊല്ലമായി ചെയ്യാൻ തുടങ്ങിയിട്ട് 400 കൊല്ലമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. കാരണവന്മാരുടെ കാലം മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാ. എത്ര കാലമായി ഇവിടെ നടക്കുന്ന കാര്യമാണെന്നറിയാമോ? ഇതിനെക്കുറിച്ചാണോ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ അവർക്കൊന്നും വിവരമില്ലായിരുന്നു. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യം. ദീനിൽ ഓരോന്ന് ഒട്ടിച്ച് കടത്തിക്കൂട്ടിയിട്ട് മനുഷ്യന്റെ ചോദ്യം എന്താ? മുൻഗാമി
മുൻഗാമികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആരാണ് മുൻഗാമികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ മുൻഗാമികൾ ആരാണെന്ന്. എന്തിന് ഞാനും നിങ്ങളും അഭിപ്രായം പറയുന്നു? നമുക്ക് അഭിപ്രായം പറയാൻ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് അല്ലാഹുവിന്റെ ദീനിൽ? പറയട്ടെ അല്ലാഹുവും റസൂലും, ഞാനും എന്റെ റസൂലുമാണ് പറയേണ്ടത്. ആരെ അനുസരിക്കണം? റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. ഇതല്ലാതെ മറ്റാരെ അനുസരിക്കാനാണ്? അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ യഥാവിധി നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന ആ അവകാശികൾ, അധികാരികൾ, അങ്ങനത്തെ പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അനുസരിക്ക്. ഈ പരിശുദ്ധമായ ദീനിന്റെ അവകാശികൾ നിങ്ങളോട് പറഞ്ഞു തരും. കാര്യം മനസ്സിലാക്കിയവർ അവർ നിങ്ങൾ അനുസരിക്ക്. അള്ളാഹു പറഞ്ഞു നേരായ പറഞ്ഞു തരുന്ന ആളുകളെ അനുസരിക്കാൻ അള്ളാഹുവും പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇവരെ എവിടെ മനസ്സിലാക്കും? നിങ്ങൾ എന്തിനു വിചാരിക്കുന്നു? ഒന്ന് തിരിഞ്ഞു നോക്ക്. ധാരാളം അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞാനിവിടെ ജീവിച്ചിരുന്നല്ലോ 23 വർഷക്കാലം. അള്ളാഹുവിന്റെ നബിയും റസൂലുമായി അള്ളാഹുവിങ്കിൽ നിന്ന് നബുവത്തും റിസാലത്തും ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ അള്ളാഹുവിങ്കിൽ നിന്നും യാതൊരു മാറ്റവും കൂടാതെ നിങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് 23 വർഷക്കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലേ? എന്റെ നിങ്ങൾ ആ 23 വർഷക്കാലത്തെ ജീവിതത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തത്? തിരിഞ്ഞു നോക്ക അങ്ങോട്ട്. ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് 23 വർഷക്കാലം ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്ക് പരിഹാരം അവിടെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ നോക്ക്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഞാൻ എനിക്ക് ശേഷം എന്റെ ജീവിതം അങ്ങനെ തന്നെ പകർത്തി നേരായ വഴി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും പകർന്നു തരാനും വേണ്ടി എന്റെ പിൻഗാമികളായ 4 പേരെ ഞാൻ എന്റെ പ്രതിനിധികളാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അൽ ഖിലാഫത്തു ബഅദി 30 സന. എനിക്ക് ശേഷം 30 വർഷക്കാലം ഇത് നിലകൊള്ളും. ഈ 30 വർഷക്കാലം ജീവിച്ച് ഇവിടെ ഭരണം നടത്തിയ എന്റെ പ്രതിനിധികളായ ഖുലഫാക്കളായ 4 പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരുടെ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങളുടെ അവിടെ നിന്ന് വട്ടം കറങ്ങുന്നു. ഈ മഹല്ലിൽ എന്തെങ്കിലും ഒരു കാര്യം ഉടനെ നോക്കുകയാണ്. അപ്പുറത്തെ മഹല്ലിൽ എന്താ ചെയ്യുന്നത്? ആ പള്ളിയിൽ എന്താ ചെയ്യുന്നത്? പരിസരത്തുള്ള മറ്റേ പള്ളിയിൽ, ഈ പഞ്ചായത്തിൽ, ഈ താലൂക്കിൽ, ഈ ജില്ലയിൽ, ഇവിടെയുള്ള പള്ളികളിൽ, ജില്ലയുടെ മുഴുവൻ പള്ളികളിലും നടക്കുന്നു. പിന്നെ എന്താ ചെയ്യാത്തത്? നാട് മുഴുവൻ നിങ്ങൾ നടന്നു നോക്ക്. എവിടെ നോക്കിയാലും പച്ച കടലാസുകൾ തോരണം കെട്ടി തൂക്കിയില്ലേ? പിന്നെ എന്റെ അൽക്കോസുകൾ മാത്രം കെട്ടാത്തത്? ഇവിടെയും 2 പച്ച കടലാസ് നിങ്ങൾക്ക് വാങ്ങാൻ കാശില്ലാതായി പോയോ? കെട്ടാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കും. പരിസരത്തുള്ള മഹല്ലുകൾ വെച്ച് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നോക്കരുത്. ഫലൈക്കും ബിസുന്നതി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 23 വർഷക്കാലം തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചില്ലേ? അന്നും റബീഉൽ അവ്വൽ ഇതായിരുന്നു. മദീനയിലെ തെരുവുകളിൽ എവിടെയാണ് പച്ചക്കടലാസ് കിട്ടിയിരുന്നെന്നും തിരിഞ്ഞു നോക്കാം. 30 വർഷക്കാലം ഖിലാഫത്ത് റാഷിദ ഉണ്ടായിരുന്നില്ലേ? അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലിയും കറമല്ലാഹു വജ്ഹുഹു, ഇവരെല്ലാം ജീവിച്ചിരുന്നില്ലേ? ഇവർ ആരായിരുന്നു? എന്നെയും നിങ്ങളെയും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരാണോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അവരുടെ ജീവൻ കൊടുത്ത് ശരീരം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരല്ലേ? സൗറിൽ പോയപ്പോൾ അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ കൂട്ടുകൂടാൻ, സഹായിക്കാൻ ഞാൻ നാളെ കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ കൂട്ടുകാരനുണ്ടായിരുന്നു, തങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത. ആരെ കൂട്ടുണ്ടായിരുന്നത്? ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ തയ്യാറാകുമായിരുന്നു 40 ആളുകൾ വീടിന് ചുറ്റും ആയുധധാരികളായി നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്നായി വെട്ടിക്കൊല്ലാൻ കാത്തുനിന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൂട്ടുകൂടി രാത്രിയിൽ നടന്ന് 6 സൗറിൽ കൊണ്ടുപോയി 6 സൗറിന്റെ ആ ഗുഹ മുഴുവൻ തുടച്ച് വൃത്തിയാക്കി. തങ്ങൾ കയറരുത്, ഞാൻ കയറി വൃത്തിയാക്കട്ടെ, എന്തെങ്കിലും വന്നാൽ എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ആ 6 സൗറിന്റെ
ഉള്ളിലേക്ക് കയറി നിന്ന് അവിടെയെല്ലാം തുടച്ചു വൃത്തിയാക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടിയിൽ കിടത്തി ഉറക്കി വിശ്രമിക്കാൻ രണ്ടുപേരും ഒരേ നിലയിൽ ക്ഷീണിതർ, ഒരേ നിലയിൽ വിഷമിക്കുന്നവർ. അങ്ങനത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മടിയിൽ കിടത്തി ഉറക്കിയിട്ട് തങ്ങൾ സമാധാനമായി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് തങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത തേടി വന്ന ആളുകൾ ഹാറിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പേടിയാകുമല്ലോ, ഈ നിൽക്കുന്ന ആളുകൾ കുനിഞ്ഞ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ, കണ്ടാൽ തങ്ങളെ പിടികൂടുമല്ലോ, രക്ഷയില്ലാതെയായി പോകുമല്ലോ എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മാ മസ്തുക യാ അബൂബക്കർ ബില്ലദൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, ഞാനും നീയും രണ്ടാള്, നമ്മൾ രണ്ടും ഈ ഗുഹയ്ക്കകത്ത് നമ്മൾക്ക് കാവലായി മൂന്നാമനായി അല്ലാഹു നിൽക്കുന്നു. അല്ലാഹു കാവലായി മൂന്നാമനായി നിൽക്കുമ്പോൾ അങ്ങനത്തെ ഞാനും നീയുമായി രണ്ടുപേരെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നത്? അവർ കാണുമെന്നോ? ലന്നൽ സമാമ വലന്നൽ അൻകബൂതി അലാ ഖൈരിൽ ബരിയതി ലം തൻസുജു വലം തഹുമി. പാടുന്നില്ലേ? ഇത് കേൾക്കാനില്ല, നീ വേറെ പാട്ടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്നേഹം പകർന്നു കൊടുത്ത, ജീവൻ അതിൽ അർപ്പണം ചെയ്യാൻ തയ്യാറായ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ പാട്ടിന്ന് എന്റെയും നിങ്ങളുടെയും ചെവികളിൽ കേൾക്കുന്നില്ല. എന്താ കേൾക്കുന്നത്? സിനിമാ ഗാനങ്ങൾ, ഏതെങ്കിലും പെണ്ണുങ്ങൾ പാടിയ ഗാനങ്ങൾ. പെണ്ണുങ്ങളുടെ ശബ്ദം പോലും ഔറത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാട്ടുകാരികൾ ലോകത്ത് വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളാകുമ്പോൾ 15 കാര്യങ്ങൾ നിങ്ങൾ എണ്ണി വെച്ചോളണം. ഇതിലേതെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ മേൽ തീക്കാറ്റ് വർഷിക്കുന്നതിനെ കാത്തിരുന്നു കൊള്ളണം. ഇത് സുഹിദൽ ഫൈ ഉദ്ദിവല വൽ അമാനത്തു മുഗ്നമ വൽ സകാത്തു മഹ്റമ വതുഅല്ലിമ غير الدين وأطاع الرجل امرأته وأقطع أمه وأقصى أباه وأدنى صديقه وصاد القبيلة فاسقه وكان زعيم القوم أرذلهم وشربت الخمور وظهرت القينات والمعازف ورفعت الأصوات في المساجد ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمرا وزلزلة وخسفا ومسخا وقذفا وآيات تتابع كنظام قطع سلكه فتتابع. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പാട്ടുകാരികളായ പെണ്ണുങ്ങൾ നാട്ടിലിറങ്ങി നടന്ന് പാട്ടുപാടി അത് കേട്ട് ഉല്ലസിക്കുന്ന ദിവസിക്കുണ്ടാകുന്ന കാലം വന്നാൽ നിങ്ങൾ കാത്തിരുന്നു, ആകാശഭാഗത്തു നിന്ന് തീക്കാറ്റ് വന്ന് നിങ്ങളെ പിടിപെടും, ഭൂമി കുലുങ്ങും, നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും, ഭൂമി നിങ്ങളെ വിഴുങ്ങും, മുകളിൽ നിന്ന് കല്ലേറ് വരും, അല്ലാഹുവിന്റെ ശിക്ഷയുടെ ആയാത്തുകൾ നിങ്ങളുടെ മേൽ തുടർച്ചയായി വന്നെത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയ, നമ്മളെ മുന്നറിയിപ്പ് നൽകി ഭയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈ പെണ്ണുങ്ങളെ വഴിയിൽ വെച്ച് പാടിച്ചതാണോ? സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണ്. തങ്ങളാണോ പെണ്ണുങ്ങളുടെ പാട്ട് കേൾക്കരുതെന്ന് ഞങ്ങളോട് നിരോധിച്ചത്? തങ്ങളുടെ പേരിൽ തന്നെ ഞങ്ങൾ പാടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുന്നത്? ഇതാണ് സ്നേഹം. അല്ലാഹുവിന്റെ റസൂൽ തടഞ്ഞ കാര്യത്തെ കേട്ടില്ലേ? സഹാബാക്കളുടെ സ്നേഹം. താഴെ വീണുപോയ ആഹാരം എടുത്ത് കഴിച്ചതിന് ആക്ഷേപിച്ചവരെ വിവരം കെട്ടവരായി ചിത്രീകരിച്ച് എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഈ വിവരം കെട്ടവന്മാർക്ക് വേണ്ടി ഉപേക്ഷിക്കാമോ എന്ന് ചോദിച്ച മുൻഗാമിയായ സഹാബിയുടെ സ്നേഹമാണോ നമുക്ക് മാതൃക? അതോ അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്നും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്നും മുന്നറിയിപ്പ് നൽകിയ കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ തന്നെ നടപ്പിലാക്കുന്ന നമ്മളാണോ കുറ്റക്കാർ? ആരാ സ്നേഹമുള്ളവർ? സ്നേഹമൊന്ന് തീരുമാനിക്കണം നമ്മൾ. സ്നേഹമുള്ള ആൾ പാടി ഒരു കാലത്ത് മനസ്സിൽ സ്നേഹമുണ്ടായിരുന്ന ആളുകൾ വാളിന്റെ സദസ്സുകളിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നാൽ പാടുമായിരുന്നു. ഇന്നത് മാറ്റിവെച്ച് ഇന്ന് പ്രകടനമാണ്. സഹാബാക്കൾ ആരായിരുന്നു? സഹാബാക്കൾക്ക് പ്രകടനമില്ല. സഹാബാക്കളുടെ ജീവിതത്തിൽ പ്രകടനമല്ല, യാഥാർത്ഥ്യമാണുള്ളത്. കാരണം അവർക്ക് വിവരമുണ്ടായിരുന്നു, വിവരക്കേടല്ല അവർക്കുണ്ടായിരുന്നത്. ആ സഹാബാക്കളെ പിൻപറ്റണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ആരെയെങ്കിലും പിൻപറ്റണമെന്നുണ്ടോ? എങ്ങോട്ട് നോക്കണം? അടുത്ത മഹല്ലല്ല നോക്കേണ്ടത്, അടുത്ത പള്ളിയിലെ ഖത്തീബിനെയല്ല നോക്കേണ്ടത്, അടുത്ത പള്ളിയിലെ ഇമാമിനെയല്ല നോക്കേണ്ടത്. മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാ.
അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ പ്രമുഖനായ സഹാബി, അദ്ദേഹത്തിന്റെ കാലത്ത് പറയുന്നു, നിങ്ങൾക്ക് ആരെയെങ്കിലും മാതൃകയാക്കി പിൻപറ്റണമെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടുപോയ സഹാബാക്കളെ പിൻപറ്റ്. ഞാനും എന്നെ പോലത്തെ ആളുകളും ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഞങ്ങൾ വഴിതെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുപോയ മരണപ്പെട്ട സഹാബാക്കളെ പിൻപറ്റ്. ആരാണവർ? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ അഫ്ളല ഹാദിഹിൽ ഉമ്മ അബർറഹാ ഖുലൂബൻ വഅഅമഖഹാ ഇൽമൻ വഅഖല്ലഹാ തകല്ലുഫൻ ഇഖ്താറഹു അല്ലാഹു ലിസുഹ്ബതി നബിയിഹി اختارهم الله لصحبة بنبيه وإقامة دينه فعرفوا له فضلهم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ആരായിരുന്നു? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും പ്രമുഖർ, ഏറ്റവും ഉത്തമർ, ഏറ്റവും മാന്യൻ, ഇപ്പറ്റാൻ യോഗ്യതയുള്ളവരായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് തന്നിട്ട് പോയവർ. അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. അവരുടെ സ്നേഹം കണ്ടു പഠിക്ക്. അവർക്ക് പ്രകടനമില്ല. അല്ലാഹു തകല്ലുഫൻ. അവർ പ്രകടനത്തിന് വേണ്ടി ഒന്നും കാണിക്കില്ല. ഞാനും നിങ്ങളിൽ നിന്ന് എന്താ ചെയ്യുന്നത്? മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റോഡിൽ കൂടി സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. വണ്ടിയിൽ പശയും കെട്ടി, തലയിലും പശ കെട്ടിക്കൊണ്ട് ഇങ്ങനെ കത്തും വിളിയുമായിട്ട് നടക്കുകയാണ് ഒച്ച വെച്ച്. ചന്തയിൽ കൂടി ഒച്ച വെച്ച് നടക്കുന്നത് ആരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് കോപമുള്ളവർ. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅബരിൻ ജവ്വാലിൻ സഖദിൻ ഫിൽ അസ്വാഖ് ജീഫത്തിൻ ബില്ലൈലി സിമാരിൻ ബിന്നഹാർ ആലിമിൻ ബിഅംരി ദുനിയ ജാഹിലിൻ ബിഅംരിൽ ആഖിറ. ആഖിറത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് അറിയാതെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം കണ്ട് അതിനെക്കുറിച്ച് വിവരം മാത്രമുള്ളവരായി ആളുകളെ എങ്ങനെ സ്നേഹിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, ആസ്വദിപ്പിക്കാമെന്ന് മാത്രം നോക്കിക്കൊണ്ട് ചന്തയിൽ കൂടി ഒറ്റവെച്ച് നടന്ന് രാത്രി മുഴുവൻ കഴുതകളെ പോലെ ഉറങ്ങി, പകൽ മുഴുവൻ കഴുതകളെ പോലെ ജോലി ചെയ്ത് രാത്രി മുഴുവൻ ശവത്തെ പോലെ കിടന്നുറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരോട് അല്ലാഹുവിന് ഭയങ്കരമായ കോപമാണ്. ഇവർ ആഹാരം ഉണ്ടാക്കി കഴിച്ച് തിന്ന് കൊഴുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ജീവിത ലക്ഷ്യമെന്താ? ആഹാരം ഉണ്ടാക്കി തിന്ന് കൊഴുക്കുക. ഞാനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരാണെന്ന് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. സഹാബാക്കളിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താണ് അവിടെ ചെയ്തിരുന്നത്? 53 വർഷക്കാലത്തെ ജീവിതം നമ്മളുടെ മുമ്പിൽ തുറന്ന പുസ്തകമല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതം, സഹാബാക്കളായ ഖുലഫാക്കളുടെ 30 വർഷത്തെ ജീവിതം, 53 വർഷക്കാലത്തെ ജീവിതം നമ്മളുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആരും തയ്യാറില്ല. അവിടെ നിന്ന് വട്ടം കറങ്ങുകയാണ് തന്റെ ചുറ്റും നോക്കിയാൽ, വിളക്കിന്റെ താഴെ നോക്കിയാൽ ഇരുളേ കാണുകയുള്ളൂ. വിളക്കിന്റെ ചുറ്റും താഴെ നോക്കിയാൽ ഇരുളാണ് കാണുന്നത്. അങ്ങോട്ട് മാറി നോക്കണം പ്രകാശം കാണണമെങ്കിൽ. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക്കും ബിസുന്നതി. തിരിഞ്ഞു നോക്കി എന്റെ സുന്നത്തിലേക്ക് നോക്കി അവിടെയുണ്ടോ എന്ന്. ഇന്ന് പാട്ടുകാരുടെ പാട്ട് കേട്ട് നിങ്ങൾ ആസ്വദിക്കല്ലേ, നിങ്ങൾ അതിൽ മതിമറന്നു പോകല്ലേ. എന്തെല്ലാം വ്യക്തമായ, എത്രയോ ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്, എത്രയോ ഉറപ്പായ ബലവത്തായ നിയമങ്ങൾ, എത്രയോ ബലവത്തായ വചനങ്ങൾ അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് കാര്യമല്ല. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ഉറപ്പും ആധികാരികതയും ഇല്ലാത്ത റിവായത്തുകൾ ഒന്നില്ലേ പള്ളിയിൽ നിന്ന് കേൾക്കാവല്ലോ. രാത്രി വൈകുന്നേരമായ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ നിന്ന് ഓതുന്നു. എന്താ പറയുന്നവർ തന്നെ നമ്മളോട് പറഞ്ഞു തരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത മാർഗവും ജീവിക്കാനും, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനും, അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങൾ പറയാൻ എത്ര പറഞ്ഞു തന്നു. അന സയ്യിദു വൽദി ആദം വലാ ഫഖർ വഅന അഫ്ദലു മൻ തൻഷഖു അൻഹു അൽ-അർദു വലാ ഫഖർ. എത്രയുണ്ട് പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകൾ തെരഞ്ഞു നോക്കി എത്ര വ്യക്തമായ, സഹീഹായ, ആധികാരികമായ, ബലവത്തായ നിവേദനങ്ങൾ കിടക്കുന്നു. ഇത് വായിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ ആരോ എഴുതി വെച്ച മഗ്‌രിബിന് ശേഷം പള്ളിയിൽ ഇരുന്ന് മൈക്കും വെച്ച് നാട് മുഴുവൻ കേൾപ്പിക്കുന്നു. റവാഖഅബുൽ അഖ്ബാർ റളിയല്ലാഹു അൻഹു റവാഖഅബുൽ അഖ്ബാർ വറുവിയ അന്ന ആമിന ഖാല ഇബ്നു ഇസ്ഹാഖ് ഖാല അലി ഇബ്നു സൈദ് റഹിമഹുല്ലാഹ്.
എന്താ ഒരു സഹാബിയുടെ പേര് പറഞ്ഞുകൂടെ? ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് പറഞ്ഞുകൂടെ? കഅബുൽ അഹ്ബാർ സഹാബിയാണ്, പക്ഷെ അദ്ദേഹം സ്വന്തം പറയുന്ന അഭിപ്രായമല്ലേ പറയുന്നത്. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഏറ്റു പറയും. എന്താ പറയുന്നത്? അദ്ദേഹം എത്ര നല്ല നല്ല ഹദീസുകൾ നിവേദനം ചെയ്യുന്നു. ഹദീസിന്റെ കിതാബുകൾ പരതി നോക്കി ഇഷ്ടം പോലെ കാണാം. കാരണം കഅബുൽ അഹ്ബാർ പേര് തന്നെ അദ്ദേഹത്തിന് പണ്ഡിതന്മാരുടെ നേതാവെന്ന്, പണ്ഡിതന്മാരുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ. കാരണം അദ്ദേഹം തൗറാത്തിനെ സംബന്ധിച്ച് ശരിക്കും പഠിച്ച മഹാപണ്ഡിതനായിരുന്നു, ജൂതന്മാരുടെ മഹാപണ്ഡിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തൗറാത്തിനെ സംബന്ധിച്ച്, സുവിശേഷത്തെ സംബന്ധിച്ച് ശരിയായ നിലയിൽ പരിജ്ഞാനമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ കിതാബുകളിൽ പറയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങളും സ്വഭാവങ്ങളും അദ്ദേഹം വിവരിച്ചു തരുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം സഹീഹായ ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്ത ഹദീസിന്റെ കിതാബുകളിലല്ലേ ഒന്ന് പരതി നോക്കി അതെടുത്ത് വെച്ച് വായിച്ചുകൂടെ? എന്തിന് ഈ ആർക്കും ഒരു ബലവും ഇല്ലാത്ത, ആധികാരികതയില്ലാത്തത് പറയുന്നു? الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة في الأرض، وذلك في ليلة الجمعة من شهر رجب قمر رضوان، ففتح أبواب الجنان وزينت الحور والولدان ودقت بصائر الأفراح وظهرت كواكب الصباح، ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر، ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش طربا واستبشارا، وزاد الكرسي هيبة ووقارا، وامتلأت السماوات أنوارا، ومجت الملائكة تهليلا واستغفارا. صحيح البخاري എടുത്തു വെച്ച് വായിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ 10,000 എടുത്തു വെച്ച് വായിക്കുകയും വെറും താരീഖിന്റെ സംഭവങ്ങൾ ആർക്കും വ്യക്തതയില്ലാത്ത, ആധികാരികതയില്ലാത്ത ആളെക്കുറിച്ച് എന്തിനു പറയുന്നു എന്നിട്ട് പാടുമിരുന്ന് എന്ത് പാട്ടാ പാടുന്നത്? ഇമാം ബൂസരി റഹിമഹുള്ള സ്നേഹത്തിന്റെ പേരിൽ പാടിയ പാട്ടില്ലേ? പാട് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മഹജതദം അൻ ജറാമിൻ മുഖലത്തിൻ ബിദമി അം ഖബ്ബസിർ റീഹു മിൻ തിൽഖാഇ ഖാലിമത്തിൻ വഅൗമൽ ബർഖു ഫിൽ വൽമാഇ മിൻ الحمد مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പഴയ കാലത്ത് കേൾക്കുമായിരുന്നു. സ്നേഹത്തിന്റെ പാട്ടാണിത്, സ്നേഹത്തിന്റെ പദ്യമാണ് ഇത്. പാടി സലാത്ത് പറയാൻ, അതിന്റെ കൂട്ടത്തിൽ പറയാൻ നമുക്ക് നേരമില്ല. എത്രയോ പദ്യങ്ങൾ, എത്രയോ ഖസീദകൾ. കഅബ് ബിൻ സുഹൈർ സലമി റളിയല്ലാഹു അൻഹുവിന്റെ പാട്ട് ബനതു ആദുക ഖൽബി യൗമ മഖബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യഖദ മഖബൂലു ഹൈഫാഉ മുഖബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുസ്തഖാ ഖിസറുൻ മിൻഹാ വലാ ഖൂലു تجلو عواري العظيم من إذا قسمت كأنه منهل بالراح معلول شجت بذي سبيل من ماء محمية صاف بأبقح أضحى وهو مسمول تنفي الرياح القضاء عنه وأصرته من صوب سارية بيض يعاليل. മണിക്കൂടെ ഇദ്ദേഹത്തിന്റെ പാട്ടാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ പാട്ടുകൾ എത്രയോ കിടക്കുന്നു. ഇതൊന്നും പാടാൻ നേരമില്ല. പിന്നെ എന്താ പള്ളിയിൽ മഗ്‌രിബിന് ശേഷം പാടുന്നത്? പൂജാരി പാടിയ പാട്ടായ പൂജാരിയുടെ പാട്ടിനാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ഇടയ്ക്ക് തിരിഞ്ഞ് എസലാക്കി ഇട്ട് കൊടുക്കുന്നത്? കുട്ടിന് തേങ്ങാതിരിക്കുന്നത് മാതിരി എസലായി തിരികെ കൊടുക്കുക. സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അത് നല്ല പാട്ടിന് പറഞ്ഞുകൂടെ? എത്ര സ്നേഹിതന്മാരുടെ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലായി ജീവിച്ചു മരിച്ച എത്രയോ കവികളുണ്ട്.
ഉണ്ട്, ഖസീദത്തുൽ വിതരിയ ഉണ്ട്, ഖസീദത്തുൽ ഹംദിയ ഉണ്ട്, ഇത്രയും പാട്ടുകളില്ലേ. ഓട്ടെ നമ്മളുടെ കാലത്ത് ജീവിച്ചിരുന്ന വെളിയങ്കോട്ട് ഉമർ ഖാദി റഹിമഹുല്ലാഹിയുടെ പാട്ടില്ലേ, صلى الإله على ابن عبد الله خلق بنبي الله كان عظيما صلى غليظا لم يكن بل لينا برا رؤوف المؤمنين رحيما صلوا عليه وسلموا تسليما. കേൾക്കാൻ ഇത്ര ഇമ്പമുണ്ട്, പാടിക്കൂടെ പള്ളിയിൽ ഇരുന്ന്. اللهم صل وسلم وبارك عليه. സലാത്ത് പറഞ്ഞുകൂടെ? വിഗ്രഹങ്ങൾ തലകുത്തി വീണപ്പം വിഷമിച്ച് നിവർത്തി വെച്ചിട്ട് ഇരിക്കാതെ വീണ്ടും വീണ്ടും വീഴുന്നത് കണ്ടിട്ട് കൽബ് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പാടിയ പാട്ടാണോ പാടേണ്ടത്? അത് പാടിയിട്ട് അതിന്റെ എട്ടലായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്തും കൂട്ടത്തില് നല്ല ചേരുവയാണ്, നല്ല ചേരുവ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല. ഇതൊക്കെ എന്ന് തുടങ്ങിയതാണ്? ഇതൊക്കെ എന്ന് തുടങ്ങി? ഇതിന്റെ നിർമ്മാതാക്കൾ, ഇതിന്റെ എഴുതി വെച്ചവർ ആരാണ്? എന്ത് ലക്ഷ്യത്തിന്റെ പേരിൽ എഴുതി വെച്ചു? ഒന്ന് ചരിത്രമെങ്കിലും പഠിച്ചുകൂടെ ഇത് ചെയ്യുന്ന ആളുകൾക്ക്? അതിലുള്ള പോലെ മാസത്തിൽ പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ മൈക്ക് വെച്ച് കെട്ടി കൊച്ചു കുട്ടികളെയും വിളിച്ചിരുത്തി പാടാനാണോ ഇത് എഴുതി വെച്ചത്? ഇതിന്റെ ചരിത്രമെങ്കിലും ഒന്ന് പഠിക്കും, അതെങ്കിലും ഒന്ന് പഠിക്കാൻ തയ്യാറാകി. എന്നിട്ട് വേണ്ട ഇത് ചെയ്യാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, തിരിഞ്ഞു നോക്ക്. ഫലൈതു ബിസുന്നതി, 23 വർഷക്കാലം നടന്നു എന്ന് നോക്ക്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നല്ലവരായ നേർവഴി കാണിച്ചു തന്ന, നേർവഴി കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായ, അല്ലാഹുവിനാൽ നേർവഴി കിട്ടിയവരായ 30 വർഷക്കാലത്തെ ഭരണക്കാരായ എന്റെ ഖുലഫാക്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. അങ്ങ് ഉണ്ടോന്ന് നോക്ക്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം തീർന്നില്ലേ? പിന്നെ എന്തിനു നിങ്ങൾ ഭിന്നിക്കുന്നു? നിങ്ങൾ എന്തിനാ അഭിപ്രായം സ്വന്തമായ നിലയിൽ പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നാനാ ഭാഗത്തും നിന്നുകൊണ്ട് നിങ്ങൾ പാർട്ടി പിടിച്ച് സ്വന്തം ആളുകളെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വാശി പിടിക്കുന്നു. എന്തിനു നിങ്ങൾ ചന്തയിൽ ബഹളമുണ്ടാക്കി നടക്കുന്നു? ആവശ്യമില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിഞ്ഞു നോക്കിയാൽ കുഴപ്പമുണ്ട്, നിങ്ങളെ വിടുകയില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കി അതിലേക്ക് പിടിച്ചാൽ, കയ്യിൽ പിടിച്ച് നിങ്ങൾ അതിനെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകും. നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി നിങ്ങൾക്ക് മറ്റു വഴികൾ പറഞ്ഞു തരാൻ നിർബന്ധിതരായി നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശക്തി പ്രയോഗിക്കും. അതുകൊണ്ട് ഈ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്ന കാര്യങ്ങളെ നിങ്ങളുടെ കൈകൾ കൊണ്ട് അതിനെ നിങ്ങൾ മുറുക്കി പിടിച്ചു കൊള്ളണം. ആരെ പിടിച്ചു വലിച്ചാലും കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാതെ ബലത്തോടുകൂടി മുറുക്കി പിടിച്ചോളണം. പക്ഷെ എത്ര മുറുക്കി പിടിച്ചാലും നിങ്ങളുടെ കൈകളിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് ചേർത്ത് കടിച്ചു പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവമൊക്കെ ഉണ്ടാകുമെന്ന് തങ്ങൾ നേരത്തെ തന്നെ അല്ലാഹുവിനാൽ അറിയിക്കപ്പെട്ട ആളാണ്, ലോകത്തിൽ നടക്കുമെന്ന്. അതുകൊണ്ട് ഇന്നത്തേക്കുള്ള നിർദ്ദേശവും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ദീനിൽ ഒന്നും ചേർത്ത് വെക്കാനില്ല. ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു നുബുവത്തിന്റെ ആവശ്യമില്ല. നേരത്തെ തന്നെ എല്ലാം പറഞ്ഞു തന്നേക്ക് പോയി. എന്ത് ചെയ്യണമെന്നും എന്ത് സംഭവിക്കുമെന്നും അതിന്റെ പരിഹാരം എന്താണെന്നും എവിടെയാണ് പരിഹാരം കാണേണ്ടതെന്നും ഇത്ര വ്യക്തമായ നിലയിൽ പറഞ്ഞു തന്നിട്ട് മുന്ന് മനുഷ്യൻ കിടന്ന സംശയത്തിൽ കിടന്നൊഴുകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നേരായ കാര്യങ്ങളെ ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കേണ്ടത് മുൻഗാമികളെ കണ്ടിട്ട് അത് കണ്ട് പഠിക്കണം. നാട്ടിൽ നടക്കുന്നത് കണ്ടിട്ടല്ല. ഇന്ന് എല്ലാവർക്കും നാട്ടു നടപ്പാണ് വലുത്. നാട്ടിൽ എന്ത് നടക്കുന്നു? നാട്ടിൽ എന്താ നടക്കുന്നത്? നാട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എവിടെയാ ഒഴുകുന്നത്? ഓരോ മഹല്ലുകളിലും വെച്ചിരിക്കുന്ന ബിരിയാണി ചെമ്പിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിറഞ്ഞ്.
ചിലപ്പോൾ നിറഞ്ഞ തുളുമ്പുകയും ചെയ്യും. അവിടെയാണോ സ്നേഹം? എന്താ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുകൊണ്ട് പുണ്യം. ഈ മനുഷ്യരിക്കുന്ന 10, 100, 200 പേരുണ്ട്. നമ്മളെല്ലാവരും കൂടി 100 രൂപ വീതം എടുത്ത് ഇവിടെ വെച്ചൊരു ചെമ്പിൽ ബിരിയാണി വെച്ചു നമ്മൾ തന്നെ വിളമ്പിക്കൊണ്ടുപോയി തിന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് കിട്ടും? സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമോ? കൂടിയ ആളുകളെല്ലാം എന്റെ പറ്റിൽ ചോറ് തിന്നേറ്റ് പോയല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ കിടന്ന് സന്തോഷിക്കുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്റെ പറ്റിൽ ചോറ് തിന്നിട്ട് പോയെന്ന്. നിബിധങ്ങൾക്ക് എന്ത് പുണ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹം നാം എങ്ങനെ പ്രകടിപ്പിക്കുന്നു? അവരവരുടെ വീട്ടിൽ കഴിച്ചോളി. സ്നേഹമുണ്ടോ? നിബിധങ്ങളോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളെ സഹായിക്കുന്ന ആളായിരുന്നു, അവളകളെ സ്നേഹിക്കുന്നവരായിരുന്നു, വിധവകളെ സഹായിക്കാൻ വേണ്ടി തങ്ങൾ പരിശ്രമിക്കുമായിരുന്നു, ആളുകളെ പ്രേരിക്കുകയായിരുന്നു. നമ്മളുടെ നാട്ടിൽ എത്രയോ സാധുക്കളുണ്ട്, സ്വന്തം കാശ് മുടക്കി ആഹാരം വെച്ച് സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തവരെ ആഹാരം കഴിപ്പിച്ച് അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുകയും എന്നിട്ട് വാദിക്കുകയും എന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളെ ആഹാരം നൽകി സഹായിച്ച് സന്തോഷിക്കുമായിരുന്നവർ ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ ഞാനും അതേ ജോലി ചെയ്യുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു ദിവസം രാവിലെ പകൽ സമയത്ത് ഒരു സംഘം ആളുകൾ കയറി വരുന്നു. വസ്ത്രമില്ല, കീറി പറഞ്ഞ കരിമ്പടത്തിന്റെ കഷ്ണങ്ങൾ അവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രം ഉടുത്തവരായിട്ട് കടന്നു വരുന്നു. അവരുടെ തോളുകളിൽ ഓരോ വാടും തൂക്കിയിട്ടിട്ടുണ്ട്, മറ്റൊന്നുമില്ല. അവരുടെ ശരീരം കണ്ടാൽ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് ആ വിഷമം അവരുടെ മുമ്പിൽ കാണാം. അവരുടെ കണ്ണിൽ നിന്ന്, അവരുടെ മുഖത്തിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകുന്നു. ഇങ്ങനത്തെ ആളുകളെ കണ്ടപ്പോൾ എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്? ഹദീസിൽ വരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു. തങ്ങളുടെ മുഖം വിവാദമാണ്. കണ്ടപ്പോഴുള്ള പ്രയാസം, അല്ലാഹുവേ, നിന്റെ അടിമകളായ എന്റെ സമുദായമായ ഈ കൂട്ടർ ഇത്ര ദാരിദ്ര്യത്തിലോ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, ഉടുക്കാൻ മുണ്ടില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, ശരീരം മെലിഞ്ഞ് ഒട്ടിയവരായ നിലയിൽ ഈ നിലയിൽ കഴിയുന്ന വളർത്തവന് ഇവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ. റസൂലുള്ളാഹി അലൈഹി വസല്ലം നോക്കുന്നു, മസ്ജിദിൽ ആരുമില്ല. ആരെ വിളിക്കാൻ? വീട്ടിലേക്ക് കടക്കുന്നു, പുറത്തു വരുന്നു. അകത്തേക്ക് കയറി, പുറത്തേക്കിറങ്ങി. സമയം കഴിഞ്ഞു, നമസ്കാരത്തിന് സമയമായി, ളുഹറിന് സമയമായി. ആളുകൾ വന്നപ്പോൾ നമസ്കാരത്തിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നു, പാവപ്പെട്ട കുറെ ആളുകൾ വന്നു ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു ഈത്തപ്പഴമുണ്ട്, ഈത്തപ്പഴം ഒന്നുണ്ട്, പകുതി നിങ്ങൾ കഴിച്ചു, ബാക്കി പകുതിയാണിരിക്കുന്നത്, അതെങ്കിലും കൊണ്ടുവന്ന് ഈ പാവങ്ങളെ സഹായിക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹാബാക്കൾ പറഞ്ഞു, ആളുകൾ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്നു. ഒരാൾ കൊണ്ടുവന്നു വലിയ ഒരു സഞ്ചി. ഞാൻ അയാളുടെ കൈ തളർന്നു പോകുന്നത് ചുമന്ന് കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്ത അത്രയുമായി കൊണ്ടുവന്ന് കൂട്ടി. فتخلل وجه رسول الله صلى الله عليه وسلم حتى كأنه مذهب. ഒരു നേരത്തെ വിവരണമായി വിഷമത്തിന്റെ പ്രയാസത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് വിഷമിച്ചിരുന്ന തങ്ങളുടെ പരിശുദ്ധമായ വദനം സ്വർണം വീഴ്ച പൂശിയതുപോലെ സ്വർണം പോലെ തിളങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടു. സന്തോഷം. നമുക്ക് എപ്പോഴാ സന്തോഷം ഉണ്ടാകുക? നമുക്ക് സന്തോഷമുണ്ടാകുന്നത് വെക്കുന്ന ബിരിയാണിയുടെ മുന്തിയ പങ്ക് നമുക്ക് കിട്ടിയ ഒരു നേരം കിട്ടാതെയായി പോയി, അല്ലെങ്കിൽ അല്പം അതിൻ്റെ അകത്ത് ഇറച്ചി കുറഞ്ഞു പോയി, പിന്നെ വഴക്കാണ്. ആരുടെ ഇതുണ്ടാക്കിയത്? ഇവന്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? തന്തയുടെ വകയാണോ ഇതൊക്കെ ചോദിച്ചു കളയുന്നത്? ഇവിടെ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നു. എന്തിനാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് കമ്മിറ്റിക്കാരുടെ തന്നിലൂടെ.
എന്തൊരു സ്നേഹം! അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്, കുത്തി സംസാരിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ ഇന്നൽ ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിശതു ഫിൽ ലദീന ആമനൂ ഉലൈക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം വല്ലദീന യുؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا ويل لكل همزة لمزة الذي جمع مالا وعددا. ഒരു മനുഷ്യനെയും കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ചോറ് വെച്ചിട്ട് വെച്ചവനെ ചീത്ത വിളിക്കുന്നു. വെച്ചവന്റെ ജോലിയോ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് അവൻ ചോറ് വയ്ക്കുന്നു, ഇവിടെ നമസ്കാരം നടക്കുന്നു. ദിവസങ്ങളോളം അവന്റെ നമസ്കാരം ഉപേക്ഷിക്കപ്പെട്ടു. പന്തല് കെട്ടാൻ നമസ്കാരമില്ല, കൊടി കെട്ടാൻ നമസ്കാരമില്ല, തോരണം കെട്ടാൻ നമസ്കാരമില്ല, ജാഥ നടത്താൻ നമസ്കാരമില്ല, വാളിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാൻ നമസ്കാരം ഉപേക്ഷിക്കുന്നു, ചോറ് വെച്ച് വിളമ്പാൻ നമസ്കാരം ഉപേക്ഷിക്കുന്നു, കണക്ക് വായിക്കാൻ നമസ്കാരം ഉപേക്ഷിക്കുന്നു, നമസ്കാരം ഉപേക്ഷിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സഹ്മ ഫിൽ ഇസ്ലാമി ലിമൻ ലാ സലാത്ത ല. നമസ്കാരമില്ലേ ഇവൻ ഇസ്ലാമിന് പുറത്താണ്. ഇസ്ലാമിന്റെ പുറത്തു പോയവൻ എന്ത് സ്നേഹിക്കാൻ? ഞാനും അവനുമായി യാതൊരു ബന്ധവുമില്ല. ബൈനൽ അബ്ദി വബൈനൽ കുഫ്രി തർക്കു സ്വലാത്ത്. അവൻ സ്നേഹമുള്ളവനെന്ന് പറഞ്ഞ് മസ്ജിദിന്റെ മുറ്റത്ത് വന്നിരുന്ന് ഒറ്റത്തിൽ അവൻ പറയുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ പറയുന്നു ഇവൻ ഇസ്ലാമിന് പുറത്താണ്. ലാ സഹ്മത്തുൽ ഇസ്ലാമി ലിമൻ ലാ സലാത്ത ല. മസ്ജിദിലേക്ക് വരാൻ തയ്യാറില്ല. നമസ്കാരത്തിന്റെ സമയത്ത് അവൻ വേറെ ജോലിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനുണ്ടായിരുന്നുവെങ്കിൽ വിറക് കൊണ്ടുവന്ന് ചോറിന് ഉപയോഗിക്കാൻ ബിരിയാണി വെക്കാൻ വെച്ചിരിക്കുന്ന കൂട്ടം വിറകെടുത്ത് എന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഇവനെ വീട്ടിലിട്ട് ഞാൻ ചുട്ടുകരിക്കുമായിരുന്നു. ഇവന്റെ വീടിന് ഞാൻ തീവച്ച് ഇവനെ ചുട്ടുകളയുമായിരുന്നു. ഈ വിറക് കൊണ്ട് ബിരിയാണി വെക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഞാനും നിങ്ങളും ഇന്ന് സ്നേഹം അവിടെയാ പ്രകടിപ്പിക്കുന്നത്. എന്ത് സ്നേഹമായത്? സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബി. ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്റെ ജീവിതം അവന്റെ താല്പര്യമായിട്ട് മാറണം. അവന്റെ മനസ്സിന്റെ പ്രേരണ ഇതിലേക്ക് മാത്രമാകണം. അപ്പോഴാണ് അവൻ മുഅ്മിനാവുക, അവൻ സ്നേഹമുള്ളവനാവുക. അങ്ങനെ സ്നേഹിക്കാൻ പഠിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ അനസേ, ഞാൻ പറഞ്ഞത് നീ കേട്ടോ? എന്റെ ചര്യയാണത്. വദാലിക മിൻ സുന്നതി. എനിക്കിങ്ങനെ ഒരുപാട് ചര്യകളുണ്ട് മോനെ. അതുകൊണ്ട് സമൻ അഹബ്ബ സുന്നതി, എന്റെ ഈ ചര്യയെ ജീവിതത്തിൽ പകർത്തി സ്നേഹിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. അതുകൊണ്ട് നിനക്കൊരിക്കലും തെറ്റിപ്പോവില്ലേ അനസ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഈ നിലയിൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, എന്റെ സ്നേഹം ലോകത്ത് ഈ നിലയിൽ പ്രകടിപ്പിച്ചാൽ, എന്റെ സ്നേഹം ലോകത്ത് ഈ നിലയിൽ പ്രചരിപ്പിച്ചാൽ, എന്റെ സ്നേഹം ഇതാണെന്ന് ലോകത്തിനോട് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അങ്ങനത്തെ ജീവിതമുള്ളവനാണ് എന്നോടൊപ്പം സ്വർഗത്തിൽ അവകാശിയായി വന്നു ചേരുക. ഞാൻ അവനക്കായിരിക്കും കൂട്ടാവുക. വെറും പ്രകടനങ്ങൾ കാണിക്കുന്നവർ, എന്തെങ്കിലും പറയുന്നവർ, നടപ്പിലാക്കുന്നവർക്കല്ല. അവരെന്റെ സുന്നത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഞാനും അവരുമായി ബന്ധവുമില്ല. എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നോ ഞാൻ അവരുമായി ബന്ധമില്ല. സുന്നത്ത് ആര് ജീവിതത്തിൽ ഉണ്ടാക്കുന്നോ അവരെന്റെ സ്നേഹിതന്മാരാണ്. ആ സ്നേഹം സ്വർഗം വരെ തുടരും, എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ നബുവത്ത് സമ്പൂർണ്ണമാണ്. ആരും ചേർത്ത് വെക്കേണ്ട. അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, അനുവദിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലാത്ത, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത, അയിമ്മത്ത് അർബഅയുടെ ജീവിതത്തിൽ ഇല്ലാത്ത, മുജ്തഹിദീങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത, താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത, സലഫുസ് സാലിഹീങ്ങളുടെ ഉമ്മത്തിലെ
പ്രമുഖരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ ഇല്ലാത്ത, അവരുടെ കാലത്ത് നടപ്പിലില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സ്നേഹം നേടാമെന്ന് വിചാരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ പുതിയതുണ്ടാക്കി എന്നെ സ്നേഹിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഞാനും എന്റെ സഹാബാക്കളും ആ സഹാബാക്കളെ പിൻപറ്റിയ പിൻഗാമികളായ താബിഈങ്ങളും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വിധേയരായ, അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ റളിയല്ലാഹു അൻഹും വറളു അൻ മുൻഗാമികളായ ആളുകൾ ചെയ്ത് കാണിച്ചു തന്ന കാര്യങ്ങളല്ലാതെ പുതിയതുണ്ടാക്കി ഓരോ കൊല്ലവും പുതിയത് സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പുതിയത് വന്നുകൊണ്ട് എന്താർക്കെങ്കിലും വഹയി വരുന്നുണ്ടോ? അത് എവിടെയെങ്കിലും ഇത്രയും കാലവും ആരും കാണാതെ ഒളിച്ചു കിടന്ന ഹദീസുകളെങ്ങാനും ഇന്ന് പ്രബലമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇമാം ബുഖാരി റഹിമഹുല്ലാഹിയുടെ കാലത്ത് കാണാത്ത, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹിയുടെ കാലത്ത് പ്രചാരത്തിൽ വരാത്ത, ഇമാം തിർമിദി റഹിമഹുല്ലാഹിയുടെ കാലത്ത് വെളിച്ചം കാണാത്ത, ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഒരിക്കലും എഴുതി വെക്കാൻ ആഗ്രഹിക്കാത്ത, ഇമാം നസഈ റഹിമഹുല്ല ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഇങ്ങനത്തെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ആയിരക്കണക്കിന് ഈ ലോകത്ത് കഴിഞ്ഞു പോയില്ലേ? ആയിരക്കണക്കിന് ഇമാമിങ്ങൾ കഴിഞ്ഞു പോയില്ലേ? ഇവരുടെ ആരുടെയും ജീവിതത്തെ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ല ചെയ്തിട്ടില്ലാത്ത, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ല കണ്ടിട്ടില്ലാത്ത, ഇമാം മാലിക് കേട്ടിട്ടില്ലാത്ത, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അനുവദിച്ചിട്ടില്ലാത്ത, അവരുടെ ജീവിതകാലത്തൊന്നും ഉണ്ടാകാത്ത, ഈ മഹാന്മാരായ സാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ കാലത്തൊന്നും ലോകത്ത് നടപ്പിലില്ലാത്ത ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാമെന്നാണോ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പുതിയതായി ഉണ്ടാക്കുന്ന, നിങ്ങൾ പുതിയതായി ഉണ്ടാക്കി കൊണ്ടുവന്ന് നവീകരിച്ച ദീനിനെ പുതുക്കാൻ നോക്കണ്ട. അങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം അനുവാദമില്ലാതെ രേഖയില്ലാതെ തെളിവില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുവാദം കിട്ടാതെ, സഹാബാക്കൾ താബിഈങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ സ്വന്തമായ നിലയിൽ നിർമ്മിച്ചുണ്ടാക്കുന്ന നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ തെറ്റാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ മാർഗമല്ല, എന്റെ സുന്നത്തിന് പുറത്താണ്, നിങ്ങളായി ഉണ്ടാക്കി ന്യായീകരിക്കുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ന്യായീകരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യത്തിൽ അംഗീകരിച്ചില്ല. നമസ്കാരത്തിൽ പതുക്കെ ഓതുന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ന്യായീകരണം അംഗീകരിച്ചില്ല. സത്യമായ ന്യായീകരണമായിരുന്നു പറഞ്ഞത്. അസ്മഅതു മൻ നാദൈതു, ആരെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചോ ഞാൻ ആ ആളെ കേൾപ്പിക്കാൻ വേണ്ടി ഓടിയതാണ് പതുക്കെ എന്ന് പറഞ്ഞ ആ ന്യായീകരണം അംഗീകരിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളായിട്ട് എന്റെ ഉമ്മത്തിൽ ഞാൻ കാണുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ. എല്ലാ സമുദായങ്ങളിലും അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മത്തികളിൽ അങ്ങനത്തെ ആളാണ് ഉമർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായത്തോട് യോജിച്ച് 4 സ്ഥലങ്ങളിൽ അല്ലാഹു നിയമമിറക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര വലിയ പ്രസിദ്ധനായ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആൾ അബൂബക്കർ, കാന അഅലമനാ ബിൽ ഖുർആൻ. ഇങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര വലിയ മഹാപണ്ഡിതനായിട്ട് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ന്യായീകരണം സത്യമായിരുന്നു, പക്ഷെ അംഗീകരിച്ചില്ല. മാറ്റിവെച്ച് എന്റെ ന്യായീകരണം സ്വീകരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ എന്റെ സമുദായമേ, നിങ്ങൾ കാലാകാലങ്ങളിൽ പുതിയതുണ്ടാക്കിയിട്ട് എന്റെ പരിശുദ്ധമായ ദീനിൽ വെച്ചുകെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 5 വിരലുള്ള ആളിന്റെ 6ാമത്തെ വിരൽ പോലെ അതെപ്പോഴും ന്യൂനതയാണ്. മറിച്ച് കളഞ്ഞാൽ അവിടെ അടയാളം കാണും. ഇത് മറച്ചു പിടിക്കണം. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിന് പുതിയതുണ്ടാക്കുന്നു? ഉള്ള സുന്നത്തിനെ മുറുകെ പിടിക്കൽ, ഉള്ള 5 വിരലിനെ അങ്ങനെ തന്നെ വെച്ചേക്കലാണ് 6ാമത്തെ വിരലിനെ കൂട്ടിവെക്കുന്നതിനേക്കാൾ, കൂട്ടിയതിനെ പറിച്ചു കളഞ്ഞ് അവിടെ കലയുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് ഉള്ളത് ചെയ്താൽ മതി, ഉള്ളത് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വഴിക്ക് പോകും. ബിദ്അത്താണ്, അത് തെറ്റായ കാര്യമാണ്. അത് നിങ്ങളെ വഴികളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ. അവസാനം വഴികളിൽ പോകുന്നവർ അവർ ചെന്നെത്തുക
നാരകീയ ശിക്ഷയിലേക്കായിരിക്കും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഞാനും നിങ്ങളും ഇന്ന് ആ ലോകത്താണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മളുടെ ജീവിതം. വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട കാലമാണിത്. ആര് പറയുന്നു, എന്ത് പറയുന്നു, എവിടെ നിന്ന് പറയുന്നു, ഏത് രേഖയോടുകൂടി പറയുന്നു, എന്ത് തെളിവാണ് ഉപയോഗിക്കുന്നത്, സ്വീകാര്യമാണോ സ്വീകാര്യമല്ലയോ, ആധികാരികമാണോ ആധികാരികമല്ലയോ, പറയാൻ ധാരാളമുണ്ട്, പറയാൻ ധാരാളം. എത്ര വേണമെങ്കിലും പറയാം, ആർക്കും പറയാം. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. പരിശുദ്ധമായ ദീനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പുതുമയില്ല. ഇഷ്ടാനുസരണം തെളിവുകൾ പറയുന്നത് പുതുമയില്ല. കേൾക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കും ശരിയാണല്ലോ, ഹദീസാണെന്ന്. എത്ര ഹദീസുകൾ ഇങ്ങനെ ഇതിനു മുമ്പുണ്ടായി. അല്ലെങ്കിൽ ഈ മുഹദ്ദിസീങ്ങൾക്ക് പണിയില്ലാതാകുമായിരുന്നു. ഇങ്ങനത്തെ കള്ളന്മാരായ ആളുകൾ ധാരാളം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കി കൂട്ടിക്കലർത്തി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മുഹദ്ദിസീങ്ങൾക്കൊരു പണിയുമില്ലായിരുന്നു. എന്തിനവർ ഹദീസുകൾ തിരഞ്ഞെടുത്തെഴുതി? വിശ്വസിക്കാൻ കൊള്ളാത്ത യോഗ്യമല്ലാത്ത ഹദീസുകളെ കടത്തിക്കൂട്ടിയതിന്റെ പേരിലാണ് ഖാല റസൂലുള്ളാഹ്. ആർക്കും പറയാം. വഴുതനങ്ങ വിൽക്കാനും ചീഞ്ഞ പഴം വിൽക്കാനും മോശമായ പാവയ്ക്ക വിൽക്കാനും ഹദീസുകൾ ഉണ്ടാക്കിയ ആളുകളുണ്ട് ഈ ലോകത്ത്. അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കി ഹദീസുകളുടെ കൂട്ടത്തിൽ ചേർത്ത ആൾക്കാരുണ്ട്. ഒരു പ്രാവശ്യം ഒരു മസ്ജിദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, എല്ലാവരും അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലക്കാരനായ യഹ്യ ഇബ്നു മുഈൻ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹയുടെ ഉസ്താദന്മാർ, സാധാരണക്കാരൊന്നുമല്ല, ശേഖ്. ഇവർ രണ്ടുപേരും ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ പോയി. നമസ്കാരത്തിന് ശേഷം ഒരാൾ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. നമ്മുടെയൊക്കെ പള്ളികളിൽ കാണാമല്ലോ, നമസ്കാരത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയും അല്ലാതെയൊക്കെ. റമദാനിലൊക്കെ ഇങ്ങനെ ധാരാളം വാദന്മാരെ കാണാം, ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു. ഒരാൾ എഴുന്നേറ്റ് പ്രസംഗിച്ചു, നിവേദക പരമ്പര എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഹംബൽ ഖാല ഹദ്ദസനാ യഹ്യ ഇബ്നു മുഈൻ ഖാല ഹദ്ദസനാ ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഹദീസ് എന്നോട് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യഹ്യ ഇബ്നു മുഈൻ പറഞ്ഞു തന്നതാണെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ആളുകൾ പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ യഹ്യ ഇബ്നു മുഈന്റെ നേരെ കണ്ണുമിട്ട് നോക്കുന്നു. യഹ്യ ഇബ്നു മുഈൻ അഹ്മദ് ബിൻ ഹംബലിന്റെ നേരെ കണ്ണുമിട്ട് നോക്കുന്നു. അവർ ജന്മത്തിൽ കേട്ടിട്ട് പോലും. എന്തൊരു അത്ഭുതമായി പറയുന്നത്! ഞാൻ ഇയാളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് യഹ്യ ഇബ്നു മുഈൻ പറഞ്ഞു തന്നിട്ടില്ല. യഹ്യ ഇബ്നു മുഈൻ നോക്കുന്നു, ഞാൻ അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇത് പറയുന്നത്? ഇയാൾ എവിടെ നിന്ന് പഠിച്ചു? കേട്ടോണ്ടിരുന്ന പാവങ്ങള്. വാദെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞ് ആവശ്യമെല്ലാം പറഞ്ഞ് പിരിവെല്ലാം കഴിഞ്ഞപ്പോ ആ മുസ്ലിയാരെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടിയിരുന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞു ഹദസനി അഹ്മദ് ബിൻ ഹംബൽ ഖാല ഹദസനി യഹ്യ ഇബ്നു മുഈൻ. അഹ്മദ് ബിൻ ഹംബൽ എന്നോട് പറഞ്ഞു, എനിക്ക് യഹ്യ ഇബ്നു മുഈൻ പറഞ്ഞു തന്നത്. ഈ സാധനം യഹ്യ ഇബ്നു മുഈനായി ഇരിക്കുന്നത്, ഞാൻ അഹ്മദ് ബിൻ ഹംബലുവാ. എനിക്ക് ഇയാൾ ഒരു പരിചയവുമില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, എന്റെ അടുത്ത് ഓതിയിട്ടുമില്ല. എനിക്ക് യഹ്യ ഇബ്നു മുഈൻ പറഞ്ഞു തന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഹദീസ് അറിഞ്ഞുകൂടാ. പിന്നെ ഇയാൾ എവിടെ പറഞ്ഞു? പിന്നെ കയ്യിൽ. ഓ, നിങ്ങൾ വിചാരിച്ചേക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ എന്ന പേരുള്ള ഇയാൾ ഒരാളെ ഉള്ളൂ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് എത്ര അഹ്മദ് ബിൻ ഹംബലിനെ അറിയാമെന്നറിയാമോ? എത്ര യഹ്യ ഇബ്നു മുഈനെ ഞാൻ കണ്ടതാണ്. അടിക്കാൻ നോക്കോ ഈ പാവങ്ങള്? ഇവര് മിണ്ടാതെ പോകാനേ പറ്റുള്ളൂ. ഇയാളുടെ മുമ്പിൽ കൈതിരിട്ടിരുന്നോ? നാളെ നമ്മൾ പറയും, ആരാണെന്നറിയാമോ അഹ്മദ് ബിൻ ഹംബൽ? വലിയ മദ്ഹബിന്റെ ഇമാമെന്നൊക്കെ പറയുന്നു. പള്ളിയിൽ വാങ്ങി പറഞ്ഞ മുസ്ലിയാരെ പള്ളിയിലിട്ട് അടിച്ചവനാണെന്ന് പറയും. അതുകൊണ്ട് അവരുടെ ഹദീസും എടുക്കൂല, അവരുടെ മതവും എടുക്കൂല. അതുകൊണ്ട് ആ പാവങ്ങൾ മിണ്ടാതെ പോയി. അതിന്റെ പേരില ഇന്ന് നമ്മൾ അഹ്മദ് ബിൻ ഹംബലിനെ അനുസരിക്കുന്നത്. പക്ഷെ അഹ്മദ് ബിൻ ഹംബലിന് ജോലിയുണ്ടായി. സഹീഹായ ഹദീസുകൾ മാത്രം എഴുതി സഹാബാക്കളിൽ നിന്ന് വന്നതിനെ പഠിച്ചതിനെ നിവേദക പരമ്പരയോടുകൂടി വളരെ സുദീർഘമായ മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ ഹദീസിന്റെ കിതാബ് എഴുതേണ്ടി വന്നു. ഇങ്ങനത്തെ ആളുകൾ അങ്ങനെ ഉണ്ട്. പിന്നെ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സഹാബാക്കളുടെ കാലത്ത് തന്നെ ഇങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആളുകൾ വന്ന് പ്രസംഗിക്കും. അവരുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ഇബാദത്തുകളും അമലുകളും കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടുപോകും.
പക്ഷേ അമ്പയുടെ മൃഗത്തിൽ അമ്പ് ചെന്ന് തറച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അമ്പെടുത്ത് നോക്കിയാൽ അതിന്റെ വേഗതയുടെ പേരിൽ മൃഗത്തിന്റെ ഒരു രക്തമോ മാംസത്തിന്റെ കഷ്ണമോ ഒരു രോമമോ ഒന്നും ഇതിലുണ്ടാവുകയില്ല. ആ നിലയിൽ നല്ല കണ്ടാൽ അമ്പ് പരിശുദ്ധമാണ്, മൃഗത്തെ അമ്പെയ്ത് വേട്ടയാടിയതല്ല എന്ന് തോന്നാൻ പാകത്തിന് അത്ര പരിശുദ്ധമായ അമ്പ് നിങ്ങൾ കാണും. എപ്രകാരം വേട്ടയാടപ്പെട്ട ഈ മൃഗത്തിൽ നിന്നും അമ്പ് തെറിച്ച് പുറത്തു പോകുന്നു, ഇതുപോലെ ഇസ്ലാമിന്റെ ഒരു അടയാളവുമില്ലാതെ ഇസ്ലാമിൽ നിന്ന് ഇവർ പുറത്തു പോകും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളെ സൂക്ഷിച്ചോളണം. ഇവരെ സൂക്ഷിച്ചോളണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ പുതുമയില്ല. വാദം, ആളുകളുടെ അവകാശവാദങ്ങൾ പുതുമയുള്ളതല്ല. ഈ പരിശുദ്ധമായ ദീനിന് ആരുടെയും ദുർവ്യാഖ്യാനങ്ങൾ പുതുമയില്ല. കാരണം ഏത് ദുർവ്യാഖ്യാനത്തെയും മാറ്റിക്കളയാൻ, ഏത് തെറ്റായ വാദങ്ങളെയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ, ദീൻ ശരിയായത് എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും ഈ ഉമ്മത്തിൽ ഒരു കൂട്ടരെ നിലനിർത്തും. لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله وهم على ذلك لا يضرهم من خذلهم ولا من خالفهم. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തിനെ വഴിതെറ്റിക്കുന്ന ആളുകളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി നേരായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദീനിനെ ശരിയായ തനതായ രൂപത്തിൽ നിലനിർത്തുന്ന ഒരു ചെറു സംഘം എന്റെ ഉമ്മത്തിൽ എക്കാലത്തും ഉണ്ടാകും. അവരുടെ കൂട്ടത്തിൽ ആരും കൂടിയില്ലെങ്കിലും അവരെ ആക്ഷേപിച്ചാലും അവരെ എതിർത്താലും അവർക്ക് ദൂഷ്യവും അതുകൊണ്ട് വരാനില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. എല്ലാ കാലത്തും ഈ പരിശുദ്ധമായ ദീനിന്റെ അറിവിനെ ഏറ്റെടുക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടാകും. അവർ ഇതിൽ കടത്തിക്കൂട്ടിയ തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ ഇതിൽ നിന്നും മാറ്റും. ഏതെങ്കിലും തരത്തിൽ അതിൽ കടത്തിക്കൂട്ടിയ തിരുത്തലുകളെ ഇവർ നേരെയാക്കും. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഖിൻ ഉദൂലുഹു യൻഫൂന അൻഹു തഹദീഫൽ ഗാലീൻ വൻതിഹാലൽ മുബ്തിലീൻ വതഅദീലൽ ജാഹിലീൻ. ഇതൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വന്നിട്ട് പോയ കാര്യമാണ്. പേടിക്കാനൊന്നുമില്ല. അല്ലാഹുവും പറഞ്ഞു, ഈ ഉമ്മത്ത് ഭിന്നിക്കും. വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. അല്ലാഹു പറയുന്നു, ഇങ്ങനെ ഭിന്നിപ്പുണ്ടാവുക എന്നുള്ളത് ഞാൻ മനുഷ്യനെ പടച്ചതിന്റെ തന്നെ ലക്ഷ്യമാണ്. എല്ലാവരും യോജിക്കുകയില്ല, ഒരു കാര്യത്തിലും യോജിക്കുകയില്ല. പക്ഷെ ഉമ്മത്തിൽ വഴികേട് വന്നാൽ ഇത് ശരിയാണെന്ന് ഉമ്മത്തിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടുകയുമില്ല. ലാ തസ്തമിഉ ഉമ്മത്തി അലല്ലാഹ്. എപ്പോഴും അതിന് നേരെയാക്കാൻ ഒരു സംഘം കാണുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വാദപ്രതിവാദങ്ങളും അഭിപ്രായ ഭിന്നതയും പലതരത്തിലുള്ള മാർഗങ്ങളും കണ്ട് ആരും ഭയന്നു പോകണ്ട. അവിടെ നിൽക്കണം. എന്നിട്ട് ചുറ്റും നോക്കരുത്, തിരിഞ്ഞു നോക്കണം. സലഫിന്റെ കാലത്തേക്ക് നോക്കണം. മുൻഗാമികളായ മഹാന്മാർ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, അഇമ്മത്തുകൾ, സലഫുസ് സാലിഹീങ്ങളുടെ കാലത്തേക്ക് അതിന് മഹാന്മാരുടെ കാലം പറഞ്ഞു തന്നു. ഹിജറ 300 വരെ. അത് കഴിഞ്ഞ് പിന്നെ പലതും ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി തിരിഞ്ഞ് അങ്ങോട്ട് 53 വർഷം കൊണ്ട് നിർത്തേണ്ട, 300 വർഷം വരെയും നോക്കിക്കൊള്ളിൻ. അതിന് ശേഷമുള്ളതിനെയൊക്കെ ഒന്ന് ശരിയായ നിലയിൽ പഠിച്ച് വിശകലനം ചെയ്ത് മാത്രമേ അംഗീകരിക്കാവൂ. കാണുന്നതെല്ലാം തള്ളരുത്, കാണുന്നതെല്ലാം കൊള്ളരുത്. തള്ളാനുമുണ്ട്, കൊള്ളാനുമുണ്ട്, അനുസരിക്കാനുമുണ്ട്, അനുസരിക്കാതിരിക്കാനുമുണ്ട്. ഏതാണെന്ന് ശരിയായ നിലയിൽ പഠനം നടത്തണം. പഠനം എവിടെ നടത്തണം? മുൻഗാമികളുടെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കി പഠനം നടത്തണം. അതിന് തയ്യാറായാൽ ഈ ഉമ്മത്ത് നേരായ വഴിയിലായിരിക്കും. ഇല്ല, കേൾക്കുന്നതും കാണുന്നതും എല്ലാം അംഗീകരിച്ച് എല്ലാത്തിന്റെയും പിറകെ കൂടി ഏത് വന്നാലും കാണാൻ ആനന്ദമുണ്ടോ, കേൾക്കാൻ ഇമ്പമുണ്ടോ, മനസ്സിന് സന്തോഷം പകരുന്നു, കൂടിയേക്കാം, ഇതും ദീനായിരിക്കും. വേണ്ട, ദീനിൽ ആരും ചേർക്കണ്ട, ദീനിന് ഒരു കുറവുമില്ല. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഞാനും നിങ്ങളും മാറാകുമെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ദീനിനെ
ദീനിന്റെ നന്മകൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ച് തരാതെ ഈ ലോകത്തുനിന്ന് മറച്ചുവെച്ച് പോയ ആളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നവരായി ഞാനും നിങ്ങളും മാറും. അല്ലാഹുവിന്റെ റസൂൽ മുഴുവൻ പറഞ്ഞു തന്നില്ല. ഇന്നാണ് നമുക്ക് നല്ല കാര്യം മനസ്സിലായത്. ഈ പണി പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്രയോ ആളുകൾ നന്നായി പോയേനെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നവരായി ഞാനും നിങ്ങളും മാറും. അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിച്ചാൽ അവൻ എവിടെയെത്തും? അല്ലാഹു പറയുന്നു, എന്റെ റസൂലിനെ എതിർക്കുകയും എന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കാതെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയും ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളായ മുൻഗാമികളുടെ പാതയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവൻ ഞാനവനെ തിരിച്ചു വിളിക്കുകയില്ല. പോയ വഴിക്ക് ഞാനവനെ വിട്ടേക്കും, എവിടെയും എത്തട്ടെ എന്ന് വിചാരിച്ച് ജഹന്നം, അവസാനം അവനെ ഞാൻ കൊണ്ടുപോയി നരകത്തിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി ഇടും. അവിടെയാണ് ഏറ്റവും മോശമായ അവന്റെ മടക്കം, അവന്റെ അഭയസ്ഥാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ താക്കീത് നൽകുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കി അംഗീകരിക്കണം. നേരായ വഴി മുൻഗാമികളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. സ്നേഹം എവിടെ നിന്നായിരിക്കണം? മുൻഗാമികളിൽ നിന്ന് മനസ്സിലാക്കി നേരായ വഴി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മനസ്സിലാക്കി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മനസ്സിലാക്കി, ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് മനസ്സിലാക്കി, മുൻഗാമികളായ മഹാന്മാരായ ഇമാമിങ്ങൾ ഇമാം ബൂസീരിയിൽ നിന്ന് മനസ്സിലാക്കി, ഹസ്സാൻ ഇബ്നു സാബിത്തിൽ നിന്ന് മനസ്സിലാക്കി, കഅബ് ഇബ്നു സുഹൈൽ അസ്സലമിയിൽ നിന്ന് മനസ്സിലാക്കി. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് കവിതകൾ പാടിയ, തങ്ങളുടെ പ്രശംസകൾ എഴുതിയ, തങ്ങളെ പ്രകീർത്തിച്ച എത്രയോ മഹാന്മാർ ജീവിതം തങ്ങൾക്ക് വേണ്ടി അർപ്പണം ചെയ്ത, തങ്ങളുടെ ജീവിതത്തെ തന്റെ സ്വന്തം ജീവിതമാക്കി മാറ്റിയ, തങ്ങളുടെ മുൻപല്ല് പൊട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനില്ലാത്ത പല്ല് എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് കല്ലെടുത്ത് പല്ല് പൊട്ടിച്ചു കളഞ്ഞ അത്ര സ്നേഹത്തിന്റെ കേദാരമായിരുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു നോക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ വാർത്ത, വഫാത്തിന്റെ വാർത്തയറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഈ കണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് ഇനി ആരെയും നോക്കാൻ എനിക്ക് ആവശ്യമില്ല, നോക്കാൻ ഇടപെടരുത് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഈ കണ്ണ് ഇനി ആരെയും കാണാൻ ഉപയോഗിക്കാതെ കാഴ്ച തന്നെ നഷ്ടപ്പെടുത്തി കളയണമേ എന്ന് അല്ലാഹുവിന്റെ അടുക്കൽ കൈനീട്ടി ദുആയിരുന്ന അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദ എന്ന് ദുആ ചെയ്ത് സ്നേഹം പ്രകടിപ്പിച്ച അബ്ദുല്ലാഹ് ഇബ്നു സൈദ് ഇബ്നു അബ്ദുർ റബ്ബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇങ്ങനത്തെ സഹാബാക്കളെ കേട്ട് പഠിക്കുകയും അവരാണ് അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ, യഥാർത്ഥത്തിൽ മാതൃക പിൻപറ്റിയവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വരുമ്പോൾ ഒരിക്കൽ കണ്ടു തങ്ങൾ ബട്ടൺസ് തുറന്നിട്ടതായിട്ട് ഒരു സഹാബി. അദ്ദേഹം ജീവിതത്തിൽ ഷർട്ടിന് ബട്ടൺസ് ഇട്ടില്ല. ചോദിച്ചു എന്താ കാര്യമെന്ന്. അതോ ഞാൻ എന്റെ റസൂൽ എന്റെ ഹബീബിന്റെ മുന്നിൽ പോയപ്പോൾ എന്റെ ഹബീബിനെ കണ്ടത് ബട്ടൺസ് ഇടാത്ത ആളായിട്ടാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ജീവിച്ച് എന്റെ ഹബീബിനെ ഇതേ അവസ്ഥയിൽ സ്വർഗത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ കേദാരമായിരുന്ന സഹാബാക്കളെ കണ്ടു പഠിക്കുകയും, അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം സമയങ്ങളിൽ മണിക്കൂറുകളിൽ മാത്രം ഒതുക്കി വെറും 5-10 ദിവസങ്ങളിൽ മാത്രം ഒതുക്കി ബാക്കി വർഷം മുഴുവനുമുള്ള ജീവിതം മുഴുവൻ തോന്നിയവാസമായി അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി നശിപ്പിക്കുന്ന തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കരിവാരി തേക്കുന്ന തരത്തിൽ ലോകത്തിന്റെ മുമ്പിൽ വികടമായി ദീനിനെ ചിത്രീകരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 5-10 ദിവസം ചോറ് വെച്ചതൊന്ന് ഒച്ചയുണ്ടാക്കി കുറെ പർക്കയും കെട്ടി ലൈറ്റും വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കപട സ്നേഹമാണ്, എവിടെയും അംഗീകരിക്കുകയില്ല. ആ സ്നേഹത്തിന് വിലയില്ല. ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നാളെ നിങ്ങളാരും പറഞ്ഞു വരത്തരുത് ഞാനിവിടെ വന്ന് മൗലൂദ് കഴിക്കുന്നത് തെറ്റാണ്, പാടില്ലാത്തതാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നൊന്നും നാളെ ആരും പ്രകടിപ്പിച്ചു കളയരുത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പറയലാണ്. അത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സമയാധിഷ്ഠിതമല്ല, കാലാധിഷ്ഠിതമല്ല, വ്യക്തിയധിഷ്ഠിതമല്ല, ഇതൊന്നുമല്ല. എപ്പോഴും വേണ്ടതാണ്, എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാ കാലത്തും ചെയ്യേണ്ടതാണ്, എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. നേരായ നിലയിൽ മനസ്സിലാക്കി ആരും വികലമായി ചിത്രീകരിച്ച് തെറ്റായ പ്രചാരം നടത്തി ഞാൻ ആക്ഷേപിച്ച് അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു പോയി
എന്ന് നാളെ പറഞ്ഞു വരത്തരുത്. കാര്യം മനസ്സിലാക്കി അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ അഭിപ്രായം ഇതാണെന്ന് നാളെ നിങ്ങൾ പറഞ്ഞു വരത്തി പത്രമാസികകളിൽ കൂടി പ്രചരിപ്പിച്ച് ലോകത്ത് നാശമുണ്ടാക്കരുത്. പറഞ്ഞ കാര്യം നേരായ നിലയിൽ മനസ്സിലാക്കി സത്യം ഉണർന്ന് ഉമ്മത്തിനെ നേരായ വഴിയിൽ നടത്താൻ, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, യഥാർത്ഥത്തിൽ നേരായ സ്നേഹം എന്താണെന്ന് ഉമ്മത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഞാനും നിങ്ങളും തയ്യാറാകും. ലോകം മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം മനസ്സിലാക്കട്ടെ, ആ കാരുണ്യത്തിലേക്ക് വരട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതരായ, ലോകത്തിന് മുഴുവൻ കാരുണ്യം വിതറിയ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിലേക്ക് ലോകം മുഴുവൻ വരട്ടെ. ലോകത്തിന് മുഴുവനും തങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടാകട്ടെ. കാരണം തങ്ങൾ ലോകത്തിന് മുഴുവനും അനുഗ്രഹീതമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അത് പ്രചരിപ്പിക്കലാണ് എന്റെയും നിങ്ങളുടെയും ജോലിയും ബാധ്യതയും എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തും റിസാലത്തും മുഖേന ഈ ലോകത്ത് കാണിച്ചു തന്ന് അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ച ആ പരിശുദ്ധമായ ദൗത്യം ലോകത്തിന് മുഴുവനും വിതരണം ചെയ്യും. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറഞ്ഞു, ഈ മാർഗം സ്വീകരിക്കുന്നവർ ഇവരാണ് വിജയികൾ. ഞാനും എന്നെ പിൻപറ്റിയവരുടെയും യഥാർത്ഥ മാർഗം ഇതാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ഇതേ മാർഗം സ്വീകരിച്ച് കാര്യബോധത്തോടുകൂടി ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് നേരായ നിലയിൽ മനസ്സിലാക്കി ഉൾക്കാഴ്ചയോടുകൂടി ശരിയായ ആത്മവിശ്വാസത്തോടുകൂടി അലാ ബസീറത്തിൻ കാര്യങ്ങളെ ശരിയായ നിലയിൽ പഠനം നടത്തി വിശകലനം ചെയ്ത് ശരിക്കും ബോധ്യപ്പെട്ടതിന് ശേഷം ആളുകളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത വഴിയിലേക്ക് നയിക്കുന്നവരാണ്. അങ്ങനത്തെ മാർഗമാണ് ഞങ്ങളുടെ മാർഗമെന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹു ചോദിക്കുന്നു, ഇവനേക്കാൾ നല്ലവനെ ഈ ലോകത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇങ്ങനത്തെ കാര്യം പ്രചരിപ്പിക്കുന്നവരെക്കാൾ നല്ല ഒരു കൂട്ടരെ കാണിച്ചു തരാൻ നിങ്ങൾക്കുണ്ടോ? ആരെക്കുറിച്ചെങ്കിലും നന്നായി പറയാൻ പറ്റുമോ? അഭിമാനത്തോടുകൂടി ഞാനാണ് മുസ്ലിം, എന്റെ ഇസ്ലാമാണ് കണ്ടുപിടിക്കേണ്ടത്, ഞാനാണ് എന്റെ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നവൻ, ഈ മാതൃകയെ കണ്ട് നിങ്ങൾ പഠിച്ച് ഈ മാതൃകയിലേക്ക് വരണമെന്ന് ഉമ്മത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തന്റെ ഇടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏത് മുസ്ലിമാണ് ഈ ലോകത്തുള്ളത്? അവനേക്കാൾ നല്ല കാര്യം, നല്ല മാതൃക, നല്ല രീതി ആർക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമായി മാറാൻ ഞാനും നിങ്ങളും തയ്യാറാകി. അതിന് നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.